അഷ്ടകത്തിന്റെ 2ാമത്തെ ശ്ലോകമാണ്. അതിലേക്കാണ് പ്രവേശിക്കുന്നത്. നമുക്കതൊന്ന് പാരായണം ചെയ്തിട്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് പോവാം. ഭവാബ്ദ പാരേ പാരേ മഹാദുഃഖ ഭീരു പപാദ പ്രകാമി പ്രലോഭി പ്രമത്തഃ കുസംസാര പാശ പ്രബദ്ധ സദാഹം ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. ഭവാബ്ദ പാരേ, ഭവ എന്ന് പറഞ്ഞാല് സംതിങ് ദാറ്റ് ഈസ് ഓൾവേസ് ദർ, എന്നും നിലനിൽക്കുന്നത്, ഏജ്ലെസ്, ടൈംലെസ്, ഭവസാഗരം എന്നർത്ഥം. അപ്പൊ ആദി അന്തങ്ങളില്ലാത്തത്. ഈ ഭവസാഗരത്തിലെ തിരമാലകള്, അതായത് ഇൻ ദ ഓഷ്യൻ ഓഫ് വേൾഡ്ലി എക്സിസ്റ്റൻസ് എന്ന് പറയും. ഇതുണ്ടായിരുന്നു, ഇപ്പോഴുണ്ട്, ഇനി എന്നും ഉണ്ടായിരിക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള സംസാര സാഗര മധ്യത്തിൽ പെട്ടവനാണ് ഞാൻ എന്ന് പറയുന്ന ഈ ജീവൻ. അപ്പൊ മഹാദുഃഖ ഭീരു, മഹാദുഃഖം കൊണ്ട്, ചെറിയ ദുഃഖമല്ല, മഹാദുഃഖം കൊണ്ട് ഞാൻ ഭീരുവായി തീർന്നിരിക്കുന്നു അമ്മേ. ചെറിയ ദുഃഖത്തിനെ അല്ല നമ്മൾ മഹാദുഃഖം എന്ന് പറയുന്നത്. എന്താണ് ഈ മഹാദുഃഖം? സദാ മരണഭയം തന്നെയാണ് ഏറ്റവും വലിയ ദുഃഖം മനുഷ്യനെ സംബന്ധിച്ച്, അല്ലെ? അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ, ആരെ ആശ്രയിക്കണമെന്നറിയാതെ, സത്യങ്ങള് നമ്മൾ വിചാരിച്ച പോലെ അല്ല, അതൊക്കെ മിഥ്യയാണെന്ന് തിരിച്ചറിയുമ്പോൾ അത് ഉപേക്ഷിക്കേണ്ടി വരും എന്ന് ഒരു ഭീതി ഉള്ളിലുണ്ടാകുന്നു. അപ്പം സത്യങ്ങളെല്ലാം എന്താ? ഈ ശരീരം എന്നും നിലനിൽക്കും, ഇതിന്റെ കൂടെയുള്ളവർ നിലനിൽക്കും എന്നൊക്കെ ഉള്ളൊരു മിഥ്യാധാരണയായിരുന്നു. അപ്പൊ അത് ഉപേക്ഷിക്കേണ്ടി വരുന്നു. മരണം എന്നെ പിടികൂടുമോ എന്നുള്ള ഭയം, ഇതിനെയാണ് മഹാഭയം എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൽഫ് ക്രിയേറ്റഡ് മിസറി എന്ന് പറയും. ഇപ്പൊ പ്രവർത്തിക്കുക, നിവർത്തിക്കുക എല്ലാ മനുഷ്യരും ചെയ്യുന്നതാണ്, അല്ലെ? നമ്മുടെ ഈ ഒരു ശരീരം കിട്ടിക്കഴിഞ്ഞാൽ ഈ ജീവിതത്തെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ആ പ്രവൃത്തിയോടൊപ്പം തന്നെ നമ്മുടെ മനസ്സുകൊണ്ട് ഇതിൽ നിന്ന് നിവർത്തിക്കുകയും വേണം. കാരണം നമ്മൾ ഈ പെർമനന്റ് അല്ലാത്ത വസ്തുക്കളിൽ നമ്മുടെ മനസ്സിനെ വെച്ചു കഴിഞ്ഞാൽ അത് കാലം നമ്മളിൽ നിന്ന് മാറ്റും. ഇപ്പൊ നമുക്ക് ഈ ശരീരം പോലും പോകുമോ എന്നുള്ള ഭയം. ഇപ്പൊ എന്റെ മനസ്സിന് തളർന്നു പോയി അമ്മേ, എനിക്കിതൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ പപാത, അതായത് പാപം ചെയ്യുന്നു, ഞാൻ പതിച്ചു പോയി. അപ്പൊ തന്റെ ഉള്ളിലെ അമ്മയെ അറിയാത്തതാണ് ഓരോ മനുഷ്യനും ചെയ്യുന്ന പാപം. ശരിക്കും ആത്യന്തികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പുണ്യപാപങ്ങള് നമുക്ക് പറയുകയാണെങ്കിൽ ഒന്നേ ഉള്ളൂ: ഈശ്വരനെ അറിയുന്നത് പുണ്യം, ഈശ്വരനെ അറിയാത്തത് പാപം. ഇത് രണ്ടുമാണ്. അപ്പം ശങ്കരാചാര്യ സ്വാമികൾ പറയണു, ഞാൻ ആ പാപമാണ് ചെയ്യുന്നത്, ഞാൻ അമ്മയെ അറിഞ്ഞില്ല, അതുകൊണ്ടാണ് എനിക്ക് മഹാദുഃഖവും മഹാഭയവും ഉണ്ടാവുന്നത്. പ്രകാമി, സദാ കാമങ്ങളാകുന്ന ആഗ്രഹങ്ങളുടെ പുറകെ ഞാൻ ഓടുകയാണ്. പ്രലോഭി, പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം തന്നെ എന്നെ പ്രലോഭിപ്പിക്കുന്നു, എല്ലാം എനിക്ക് വേണം എന്ന് ഞാൻ സദാ ചിന്തിക്കുന്നു, അല്ലെ? അപ്പം അതുകൊണ്ട് എനിക്ക് എന്താ വരുന്നത്? ലോഭം. നമുക്കറിയാം ഷഡ് ഊർമികളിൽ അല്ലെങ്കിൽ ഷഡ് വൈരികളിൽ കാമ, ക്രോധ, ലോഭം വളരെ വലിയൊരു ശത്രുവാണ്. ലോഭം എന്ന ശത്രു എന്ന് പറഞ്ഞാൽ എന്താ? അമ്മ തരുന്നതിൽ തൃപ്തിയില്ലാതെ ഇഷ്ടമുള്ളതൊക്കെ വേണം എന്ന് കൊതിക്കുന്നതിനെയാണ്. ആ ഒരു പ്രലോഭനം എന്റെ മനസ്സിലുണ്ടാകണു. അപ്പൊ ഞാൻ പ്രലോഭിയും പ്രമത്തനുമായി തീർന്നിരിക്കുകയാണ് അമ്മ. പ്രമത്തൻ എന്ന് പറഞ്ഞാല് സുഖങ്ങളുടെ പുറകെ വീണ്ടും വീണ്ടും മത്ത് പിടിച്ച് പായുന്നവൻ. ഒരു കുംഭസാരം പോലെ പറയുകയാണ് ശങ്കരാചാര്യ സ്വാമികള്, അല്ലെ? ഞാൻ ഇങ്ങനെയൊക്കെയുള്ള തെറ്റുകൾ ചെയ്തു പോയി അമ്മേ. സംസാര ബന്ധം എന്ന് പറയുന്നത് മനസ്സ് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്കുള്ളത്. ഏറ്റവും മനസ്സിനെ നമ്മുടെ സംസാര ബന്ധത്തില് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം തരുന്ന രണ്ട് വികാരങ്ങളാണ് രാഗദ്വേഷങ്ങള്. അമ്മയുടെ കയ്യിലിരിക്കുന്ന അറിയാം, അല്ലെ? പാശം, അങ്കുശം. ഈ രാഗദ്വേഷങ്ങൾ, അട്രാക്ഷൻ, റിപ്പൾഷൻ എന്ന് പറയും അതിനെ. ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് എന്ന് പറയാം നമുക്ക് സാമാന്യത്തില്. അപ്പോ ഈ സംസാരം കുസംസാരമായിട്ട് തീരുകയാണ്. കാരണം നമുക്ക് ചിലതിനോട് ആഗ്രഹം വരുന്നു, സ്നേഹം വരുന്നു. അപ്പൊ അത് നമുക്ക് എന്താ പറയാ, അത് കിട്ടാതെ വരുമ്പോ നമുക്ക് ആ കിട്ടാതെ ഇരിക്കാൻ കാരണത്തിനോട് നമുക്ക് ദേഷ്യം ഉണ്ടാകുന്നു. അപ്പൊ രാഗദ്വേഷങ്ങളാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ദോഷങ്ങൾ എന്ന് പറയുന്നു. അമ്മയുടെ ഒരു ഭക്തന് ഈ സംസാരം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം ദേവിയാണ്, അല്ലെ? വിശ്വരൂപ. ദേവിക്ക് ലളിതാ സഹസ്രനാമത്തിൽ ഒരു പേരുണ്ട്, വിശ്വരൂപ. ഈ വിശ്വത്തിലെ 36 തത്വങ്ങളായിരിക്കുന്ന സകലതും അമ്മയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അമ്മയല്ലാതെ വേറൊന്നുമില്ല. അപ്പൊ ഒരു ഭക്തനെ സംബന്ധിച്ച് ഈ സംസാരം ബന്ധനമല്ല, ഓടിപ്പോകാൻ ആഗ്രഹവും ഇല്ല, പാശങ്ങൾ ബന്ധിക്കുന്നുമില്ല, അല്ലെ? സംസാര പാശം. അപ്പോ ഇതിനകത്ത് സാധാരണ ഒരു വ്യക്തി പറയുന്ന പോലെ അദ്ദേഹം പറയുകയാണ്, സംസാരപാശം ഇതെല്ലാം നമുക്ക് വേണ്ടിയാണ് പറയുന്നതെന്ന് ഓർത്തോണം. അപ്പൊ സംസാരപാശം എന്നെ പ്രബദ്ധ സദാഹം, എന്നെ സദാഹം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്നെ ബന്ധിക്കുന്നുണ്ടമ്മ. പക്ഷേ ഒരു ദേവീ ഭക്തനെ സംബന്ധിച്ച് ഇത് ബന്ധനമല്ല.
രാവിലെ ഉണരുമ്പോൾ തന്നെ ആദ്യ ചിന്ത എന്താണ് നമുക്ക് വരുന്നത്? ഞാൻ എന്നുള്ള അഹംബോധം. ഈ ഞാനിനെ ചുറ്റിപ്പറ്റിയാണ് ബാക്കി ചിന്തകളെല്ലാം വരുന്നത്. അല്ലെ? ഞാൻ ചെയ്യുന്നു, എനിക്ക് വേണം, എൻ്റെ ബന്ധുക്കള്, അല്ലെ? ഞാൻ സമ്പാദിക്കുന്നു, ഇങ്ങനെ ഞാൻ, അഹം. ഈ അഹം അമ്മയാണോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാല് ഈ അഹം സദാ ഈ പ്രപഞ്ച പാശത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണെന്ന് നമ്മൾ അറിയണം. ഇത് അമ്മയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബന്ധനം ഉണ്ടാവുമോ? നമ്മൾ അറിയാതെ തന്നെ ഈ കെട്ടുകളെല്ലാം നമ്മളിൽ നിന്ന് വിട്ടുപോകും, അല്ലെ? അപ്പൊ അമ്മ ഞാനാകട്ടെ ഞാൻ ഒരു പാപിയാണ്. എന്താ പാപി എന്ന് പറയാൻ കാരണം? ഭോഗസുഖങ്ങളാൽ പ്രമത്തനാണ്. എന്നില് അഴുക്ക് നിറഞ്ഞിരിക്കുകയാണ് അമ്മ. ഭവാബ്ദ പാരേ മഹാദുഃഖ ഭീരു. അപ്പൊ എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്? പപാത, പ്രകാമി, പ്രലോഭി, പ്രമത്തഹ, എല്ലാം ചേർത്ത് പറയാണ്. എല്ലാമായിട്ടുള്ള എന്നെ ഇനിയെങ്കിലും ഒന്ന് സ്വീകരിക്കുകയില്ലേ? ഒരു ചെറിയ കുട്ടി മണ്ണിൽ കളിച്ച് അഴുക്ക് പറ്റി. ആ കുട്ടി എന്താ പറയാ കളി മതിയാക്കി അതിന് എന്തെങ്കിലും ഒരു വിഷമം സംഭവിച്ചു അമ്മ എന്ന് വിളിക്കുമ്പോ അമ്മ എവിടെ ഇരുന്നാലും ഓടി വന്ന് അഴുക്ക് പിടിച്ച കുഞ്ഞിനെ എടുക്കും, അല്ലേ? അമ്മ എന്തെങ്കിലും വരില്ല എന്ന് പറയൂ അമ്മ? ഒരു ഫിസിക്കൽ മദറിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. തീർച്ചയായിട്ടും വരും. അപ്പൊ ഈ സ്ഥിതിയിൽ ഇത്രയും വിഷമങ്ങള് ഭവാബ്ദി പാരെ ഇങ്ങനെയുള്ള എല്ലാ വിശേഷണങ്ങളും പറഞ്ഞിട്ട് പറയാണ് ഞാനിതാ അമ്മയില്ലാതെ അലയാണ്, അമ്മ വരൂ വരൂ എന്ന് വിളിക്കുകയാണ്. ഈ സ്ഥിതിയിൽ അമ്മയല്ലാതെ എന്നെ ആര് സ്വീകരിക്കുന്നു ചോദിക്കുകയാണ്. ഗതിസ്ത്വം ഗതിസ്ത്വം ത്വം ഏകാ ഭവാനി. ഈ അകവും പുറവും അഴുക്ക് നിറഞ്ഞ കുഞ്ഞിനെ സ്വന്തം അമ്മയല്ലാതെ ആരാണ് ഒരാശ്രയമുള്ളത്? അപ്പോ അമ്മയ്ക്ക് മാത്രമേ, അതായത് ഈ എന്റെ വഴി എന്നും അമ്മയിലേക്ക് മാത്രമായിരിക്കും. ഞാനിപ്പോ ഇതാ തീരുമാനിച്ചു. നമ്മൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു സാധാരണ ഹ്യൂമൻ ലൈഫിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നല്ല പഠിക്കുകയും നല്ല മിടുക്കരായിട്ടുള്ള കുട്ടികളെ അമ്മ അധികം ശ്രദ്ധിക്കാറില്ല. കാരണം അവൻ ചെയ്തോളും, അവൻ നല്ല കുട്ടിയാണ്, എനിക്ക് ഭയക്കണ്ട, അല്ലെ? നമ്മൾ അധികം ഇമ്പോർട്ടൻസ് അവർക്ക് കൊടുക്കാറില്ല. അതുപോലെ യോഗികളും സന്യാസികളും പ്രപഞ്ചത്തില് നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരെ അമ്മ അധികം ശ്രദ്ധിക്കാറില്ല. അതേസമയം എന്താ പറയാ വഴിതെറ്റിപ്പോകുന്ന ഒരു കുഞ്ഞിനെ അമ്മ എപ്പോഴും സദാ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും, അല്ലേ? അവന് വഴിതെറ്റി, അവൻ എന്ത് പറ്റി? പക്ഷെ അവൻ ഒരു ആപത്തില് അമ്മയെ വിളിച്ച് കേഴുമ്പോ അമ്മ എവിടെ നിന്നാലും ഓടി വരും. അതാണ് കൂടുതൽ അഴുക്ക് പറ്റുന്നവരെയാണ് അതിൽ നിന്ന് പിന്മാറുമ്പോ നമുക്ക് എത്രയോ സന്യാസിമാര് നമ്മൾ കാണുന്നു. അവരുടെ പൂർവാശ്രമത്തില് അവർ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു കാണും. പക്ഷെ ഒരു സമയത്ത് ഏറ്റവും നല്ല ഉദാഹരണം രത്നാകരൻ തന്നെയാണ്, അല്ലെ? രത്നാകരൻ ആ സത്സംഗം കൊണ്ട് രത്നാകരൻ വാൽമീകി മഹർഷിയായി. അപ്പൊ നമ്മൾ പൂർവ്വ ആശ്രമത്തിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളതല്ല, എപ്പൊ നമുക്ക് മാറാൻ സാധിച്ചു, എപ്പൊ അമ്മയുടെ അനുഗ്രഹം കിട്ടി, അപ്പൊ നമുക്ക് മാറാൻ സാധിക്കുന്നെങ്കിൽ അത് തന്നെയാണ് ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത്. അതുപോലെ പറയുന്നത് ഇപ്പൊ എന്റെ വഴി എവിടേക്കാ? അമ്മയിലേക്കാണ്. ത്വം ഏകാ ഭവാനി. അപ്പോ സദ്ഗുണങ്ങളും സൗന്ദര്യവും തികഞ്ഞ മക്കളുടെ അടുത്തേക്കല്ല അമ്മ ഓടി വരുന്നത്. അഴുക്ക് പുരണ്ട അമ്മയെ മാത്രം മതി എന്ന് പറഞ്ഞ് ഈ പ്രപഞ്ചത്തിലെ വാസം മതിയാക്കി, ഈ പ്രപഞ്ചം എനിക്ക് ദുഃഖം മാത്രമേ തരുന്നുള്ളൂ എന്നറിഞ്ഞ് അമ്മയെ വിളിച്ച് കരയുന്ന ഒരു കുഞ്ഞിന്റെ അടുത്തേക്കാണ് അമ്മ എത്തുക. വന്ന് എടുത്ത് ആശ്വസിപ്പിച്ച് അഴുക്കൊക്കെ വൃത്തിയാക്കി തന്റെ അടുത്ത് നിർത്തുന്ന അമ്മയാണ് ഈ പ്രപഞ്ച മാതാവായിരിക്കുന്ന സാക്ഷാൽ ലളിത മഹാത്രിപുര സുന്ദരി. ഒന്ന് നോക്കണേ, എന്നെ അഴുക്ക് നിറഞ്ഞ ഈ മനസ്സിന്, ഈ ശരീരത്തിനെ സ്വീകരിക്കണേ. ഗതിസ്ത്വം ഗതിസ്ത്വം ത്വം ഏകാ ഭവാനി. എനിക്ക് ആരും ഇല്ല അമ്മ, അമ്മയുടെ സ്നേഹം, ലാളന, അത് മാത്രം എനിക്ക് തരൂ എന്ന് പറയാണ്. അപ്പോ ഭവാബ്ദപാരെ മഹാദുഃഖ ഭീരു പപാത. പപാത എന്ന് പറഞ്ഞാൽ ഞാൻ പതിച്ചു പോയി. അപ്പോ അപാരെ ഭവാബ്ദവും, പാരം കാണാത്ത, മറുകര കാണാത്ത, ഒരു എത്തും പിടിയും കിട്ടാത്ത ഈ ജനന മരണമാകുന്ന സംസാരത്തിൽ പെട്ട് ദുരിതങ്ങൾ അനുഭവിച്ചു. ഈ സംസാര സാഗരത്തില് ഞാൻ മുങ്ങി താഴുകയാണ്. അഹം പപാത. രണ്ട് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഞാൻ പതിച്ചു പോയി. അങ്ങനെ എന്തായി? ഞാൻ ദുഃഖിയാണ്, ഭീരുവാണ്. കാരണം ഈ ഒരു സാഗരത്തിലുള്ള മുതലകള്, ചുഴികള്, കടൽ പാമ്പുകള്, തിരമാലകൾ, ഇതെല്ലാം എന്നെ വിഴുങ്ങാനായിട്ട് എന്നെ കാത്തിരിക്കണു. അത് എന്നെ ഭയപ്പെടുത്തുന്നു അമ്മ. അപ്പോ എന്തിലാണ് ചെന്ന് ഇടിക്കുന്നത്? ആരാണ് എന്നെ വിഴുങ്ങുന്നത്? നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് പല ആപത്തുകളും വരുന്നത്, ഇല്ലേ? സന്തോഷമായിട്ട് ഒരു കാറിൽ കയറി സഞ്ചരിക്കുന്നു കുടുംബമായിട്ട്, പെട്ടെന്ന് ഒരു ആക്സിഡന്റ് പറ്റുന്നു, കാറിലിരിക്കുന്ന എല്ലാവരും മരിക്കുന്നു. ഇതൊക്കെ എന്താണ്? ഒരാൾ മാത്രം രക്ഷപ്പെട്ട ആളുടെ സ്ഥിതി ആലോചിച്ച് നോക്കൂ. ഇതാണ് നമ്മൾ പറയുന്നത്. ആപത്ത് എപ്പോഴാ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് ഭയമാണ്. എപ്പോഴാണ് എന്താ വരുന്നത്? അതിഭയങ്കരങ്ങളായിട്ടുള്ള ദുഃഖങ്ങള് അതിൽപ്പെട്ട് ഞാൻ ഭയചകിതനായി നിൽക്കുകയാണ് അമ്മ. ഓരോ നിമിഷവും ഞാൻ ഭീരുവാണ്. സദാ ആപത്തിനെ തേടി ഈ മഹാസമുദ്രത്തിൽ ഞാൻ കഴിയുകയാണ്. കാരണം ദുഃഖ പരമ്പരകൾ ഒന്നിനൊന്നായിട്ട് എന്നെ വേട്ടയാടുന്നു. ഞാൻ കുറച്ച് പുണ്യമേ ഞാൻ പൂർവ്വജന്മങ്ങളിൽ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് ദുഃഖങ്ങൾ വീണ്ടും മാറി മാറി വരുന്നു. ക്ലേശങ്ങൾ എന്നെ
ഭ്രാന്ത് പിടിപ്പിക്കണു. ഇപ്പൊ ജീവിതം ഒരു പ്രഹേളിയായിട്ട് തീരണു, അസ്വസ്ഥനായിട്ട്. പ്രകാമി എന്ന് പറഞ്ഞാൽ പ്രകർഷേണ കാമി, കാണുന്നതെല്ലാം വേണമെന്ന ആഗ്രഹമുണ്ട്, അതെല്ലാം വേണം താനും അല്ലേ, ആർത്തി. അപ്പൊ എല്ലാം കൊണ്ടും എനിക്ക് സുഖങ്ങൾക്ക് പുറകെ ഓടുന്നു, ഒരു ഭ്രാന്തനായിട്ടുള്ള പ്രകാമിയായിട്ട് ഞാൻ അലയുന്നു, അതെന്നെ ഭീതനാക്കുന്നു, അവശനാക്കുന്നു. അപ്പൊ എത്രത്തോളം ആഗ്രഹങ്ങൾ കുറയുന്നു അത്രത്തോളം സമാധാനമാണ്. ആ ആഗ്രഹങ്ങൾ കുറയുന്ന, സന്തോഷം വർദ്ധിക്കുന്ന, ആശയാണ് ദുഃഖത്തിന് കാരണം അല്ലേ. വള്ളനാർ പാടിയിട്ടുണ്ട്, ആശയറുക്കുവിൻ ആശയറുക്കുവിൻ ഈശ്വനോടാണെങ്കിലും ആശയറുക്കുവിൻ. അപ്പൊ ഈ ആശ എന്ന് പറയുന്ന, ആശാപാശങ്ങൾ എന്ന് പറയുന്ന ആശയാണ് നമ്മളെ ബന്ധനത്തിലാക്കുന്നത്. ജനക മഹാരാജാവിന്റെ രാജധാനിയിലെ പിങ്കള, അതായത് ദത്താത്രേയ മഹർഷിയുടെ 24 ഗുരുക്കന്മാരില് പിങ്കള എന്ന് പറയുന്ന വേശ്യാസ്ത്രീ നമ്മളെ എന്താ പഠിപ്പിച്ചത്? നൈരാശ്യസ്യ പരമം സുഖം എന്നാണ് പറയുന്നത്. കാരണം ആശ ആശ യഹി പരമം ദുഃഖം നൈരാശ്യസ്യ പരമം സുഖം. അപ്പോ ആശാരഹിതമായിട്ടുള്ള മനസ്സ് സ്വസ്ഥമാണ്, സുഖമാണ്. ആശയാണ് മനസ്സിലെ തിരമാലകള്, സുനാമികൾ ആശാപാശങ്ങളാണ്. നമ്മളെ കുരങ്ങുകളെ പോലെ ചാടിക്കളിപ്പിക്കുന്നത് അതാണ്. പ്രലോഭി, പലതിലും സുഖമുണ്ടെന്ന് പ്രലോഭനം തരുന്നു, എനിക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, സദാ എന്നെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ഞാൻ ചുമ്മാ ഇരുന്നാലും എന്റെ മനസ്സ് എനിക്ക് അത് വേണം ഇത് വേണം, കാണുന്നതൊക്കെ എന്നെ മാടി വിളിക്കുകയാണ്. അമ്മയല്ലാതെ എനിക്ക് ആരുമില്ല, യതിസ്ത്വം യതിസ്ത്വം ത്വമേകാ ഭവാനി. ഈ 5 കണ്ണുകൾ അടച്ചെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഞാന് എന്താ പ്രലോഭിയാണമ്മ, എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കൂ. ഞാൻ പ്രമത്തനാണ്, കള്ളു കുടിച്ച പോലെ മത്തനായിട്ട് മൂഢനായിട്ട് എന്റെ ചിന്താശേഷി നഷ്ടപ്പെട്ട് ഭ്രാന്തനെ പോലെ ഞാൻ അലയുകയാണ്, പ്രമത്തൻ. കാരണം എന്താണ് ശരിക്കും പറഞ്ഞാൽ എന്നെ അലയ്ക്കുന്നത് എന്താ? കുൽസിതമായിട്ടുള്ള ഈ സംസാര പാശം കൊണ്ട് പ്രബദ്ധനാണ് ഞാൻ, നന്നായി ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ഞാൻ. കർമ്മപാശം എന്നെ ചുറ്റി വരിഞ്ഞിരിക്കുകയാണ്. മരണപാശം എന്നൊക്കെ പറഞ്ഞ പോലെ ഈ കർമ്മപാശം എന്നെ ചുറ്റിയിരിക്കണു. എന്ത് ചെയ്യും? എന്നെ കുടുക്കിട്ട് കുരുക്കിയിട്ടിരിക്കുക. ഒരു കാരാഗ്രഹത്തിൽ കിടക്കണ പോലെ ഞാനിവിടെ കിടക്കുകയാണ് അമ്മ. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ ഭരണപാശ ബന്ധിതം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അഴിക്കാൻ പറ്റാത്ത പാശത്തെയായി പറയുന്നത്. അത് ആർക്കും അഴിക്കാൻ പറ്റുക? ഈശ്വരന് മാത്രമേ അഴിക്കാൻ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ ബന്ധിച്ച് കിടക്കണു. ഈ ബന്ധിച്ചാൽ പുറമേ നോക്കിയാല് നമ്മൾ ഏതെങ്കിലും കയറ് കൊണ്ട് നമ്മളെ ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണോ? അല്ല. ആരെങ്കിലും നമ്മളെ കെട്ടിയിട്ടിട്ടുണ്ടോ? ആരും കെട്ടിയിട്ടിട്ടില്ല. വെളിയിൽ നിന്ന് ആരെങ്കിലും വന്ന് നമ്മുടെ വീട്ടിനകത്ത് കയറി നമ്മളെ ഒരു ചെവരിനോട് ചേർത്ത് കെട്ടിയിട്ടിരിക്കണം. ദാമോദരനെ പോലെ നമ്മള് കൊച്ചു ഉണ്ണിക്കണ്ണനെ യശോദ കെട്ടിയിട്ട പോലെ കയറ് കൊണ്ട് കെട്ടിയിട്ടില്ലല്ലോ. നമ്മളെന്താ, നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ചെന്ന് അവരെ കെട്ടിവെച്ചിരിക്കുക. ആലോചിച്ചു നോക്കൂ, നമ്മളാണോ അവരാണോ കെട്ടിയിരിക്കുന്നത്? അവര് കെട്ടിയോ കെട്ടിയില്ലെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മൾ അവരെ കെട്ടിവെച്ചിരിക്കുക. എന്നിട്ട് പറയണു അവരെനിക്ക് ദുഃഖം തന്നു, ഇവരെനിക്ക് ദുഃഖം തന്നു. ഭർത്താവിനെ കെട്ടിവെച്ചു, ഭാര്യയെ കെട്ടിവെച്ചു, മക്കളെ കെട്ടിവെച്ചു, ബന്ധുക്കളെ കെട്ടിവെച്ചു, സ്നേഹമുള്ളവരെ എല്ലാം കെട്ടിവെച്ചു അല്ലെ. ആര്? നമ്മുടെ മനസ്സ്. അപ്പൊ എന്റെ കുറ്റമാണ്. ശരിക്കും പറഞ്ഞാല് ഞാനൊരു ബന്ധിതനായിട്ട് കിടന്ന് കാരാഗ്രഹത്തിൽ കിടക്കുക, അത് എന്റെ കുറ്റമാണ്. എന്റെ മനസ്സ് അമ്മയെ കെട്ടാതെ, അമ്മയുടെ പാദത്തിൽ വെക്കാതെ ഞാൻ എന്തിലൊക്കെ കെട്ടിയോ അതെല്ലാം എനിക്ക് ദുഃഖം തരുന്നു അമ്മ അല്ലെ. ആ ഒരു ബന്ധിതനെ പോലെ ഞാൻ കഴിയാൻ കാരണം അതാണ്. സദാഹം പ്രബദ്ധഃ, എപ്പോഴും സദാഹം, എപ്പോഴും ഞാൻ ഇങ്ങനെ ഒരു ബന്ധിതനെ പോലെ ഇവിടെ കഴിയണു. ഇങ്ങനെയുള്ള എന്നെ രക്ഷിക്കാൻ, കാമങ്ങളെ ശമിപ്പിക്കുവാൻ, ഈ പ്രലോഭനങ്ങളിൽ നിന്ന് എന്നെ വിടിവിക്കാൻ, എന്റെ പ്രമാദം, എന്റെ ഉന്മാദം മാറി ഭയം മാറ്റുവാൻ, ഈ സംസാര സാഗരത്തിൽ നിന്ന് കരകയറ്റുവാൻ ഒരേ ഒരു ഗതിയേ ഉള്ളൂ അമ്മ. ഞാനിതാ ഇപ്പൊ തിരിച്ചറിയണു, ഞാൻ എന്തൊരു വിഡ്ഢിയാണ്. എന്റെ ഈ പറയുന്ന കാമക്രോധങ്ങളായിട്ടുള്ള എന്റെ വികാരങ്ങൾ കൊണ്ട്, എന്റെ മനസ്സുകൊണ്ട് ഞാൻ ആരും എന്റെ അടുത്ത് വന്നില്ല. അവരെ ഞാൻ കെട്ടിവെച്ചിട്ട് ഞാൻ പറയണു ഞാൻ സ്വയം ഒരു കാരാഗ്രഹം, മനസ്സാകുന്ന ഒരു കാരാഗ്രഹം ഉണ്ടാക്കി അതിനകത്ത് കിടന്നിട്ട് ഞാൻ പറയണു എന്നെ കെട്ടിയിട്ടു. ആര് കെട്ടിയിട്ടു? നമ്മൾ എത്രയും വലിയ സ്നേഹമുള്ള ഒരാളോട് എന്ന് ചോദിച്ചു നോക്കൂ, എനിക്ക് നിങ്ങൾക്ക് 85% സ്നേഹമുണ്ട്, നിങ്ങൾക്ക് എത്ര സ്നേഹമുണ്ട്? അപ്പൊ അവര് പറയും എനിക്ക് 10% കഴിഞ്ഞു. ഞാൻ 85% വെച്ച് കെട്ടിവെച്ചിരിക്കുക അവരെ എന്റെ മനസ്സിൽ. അവര് പറയണു 10%. ഉടനെ തകർന്നു, ദുഃഖിതനായി, അയ്യോ ഞാൻ എത്രയും സ്നേഹിച്ച ആൾക്ക് എന്റെ അടുത്ത് 10%. ഇതാണ് എല്ലാവരോടും നമ്മൾ ചെയ്യണത്. നമ്മുടെ മക്കളോടും അതെ. അവരവരുടെ കുടുംബമായി, കുട്ടികളായി അവരവരുടെ ഭാര്യയെ സ്നേഹിക്കണം, മക്കളെ സ്നേഹിക്കണം. നമുക്ക് പ്രാധാന്യം കൊടുക്കോ? ഇല്ല. നീ എന്നെ മറന്നു അല്ലേ, നീ എന്നെ ഇപ്പോഴെങ്കിലും ഓർത്തല്ലോ. നമ്മളിങ്ങനെ ഒരു കുത്തു കൊടുക്കും ഇടയ്ക്കിടയ്ക്ക്. കാരണം എന്താ, നമ്മൾ കെട്ടിവെച്ചിരിക്കുക അവിടെ. നമുക്ക് കെട്ടഴിക്കാൻ ഇഷ്ടമല്ല.
അപ്പൊ അതുകൊണ്ട് അവരെ കുത്തിക്കൊണ്ട് നമ്മളും ഈ പ്രായത്തിൽ എങ്ങനെയാ നമ്മുടെ കുട്ടികളും ഭർത്താവിനെയും കൊണ്ട് നമുക്കിപ്പോ സമയമുണ്ട് അവരെ ഓർത്തുകൊണ്ടിരിക്കണം. അവർക്ക് സമയമില്ല. എന്തുകൊണ്ട് നമുക്ക് ഈ കെട്ടുകൾ അഴിച്ചിട്ട് അമ്മയുടെ കാലിലോട്ട് വെച്ചുകൂടാ? അമ്മ കാല് നീട്ടി വെച്ചിരിക്കുകയാണോ? കെട്ടിക്കോളൂ, വരൂ, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. പക്ഷെ അവിടെ കെട്ടാൻ ഇഷ്ടമല്ല. കാരണം എന്താ? അവിടെ കെട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ശരീരം വിട്ടു പോണെങ്കിലോ, അമ്മ നമ്മളെ വിളിച്ചോണ്ട് പോണെങ്കിലോ, ഇവിടുത്തെ എന്റെ സ്വത്തുക്കളും എന്റെ കാര്യങ്ങളും ഒക്കെ ഇവിടെ ആര് നോക്കും? അല്ലെ? എന്റെ ബാങ്ക് ബാലൻസ് ആര് കൈകാര്യം ചെയ്യും? ഇതെല്ലാം ചിന്തകളാണ്. ആരുമില്ല കൈകാര്യം ചെയ്യണ്ട, ഒന്നും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. ഒറ്റ കാര്യം സദാ മനസ്സിൽ ഉറപ്പിക്കുക, ഒന്നും കൊണ്ടുവരാത്ത നമുക്ക് എവിടുന്ന് വന്നു ഇത്രയും സാധനങ്ങള്? വെറും കൈയോടെ ഉടുവസ്ത്രം പോലും ഇല്ലാതെ നഗ്നനായിട്ട് പുറന്നു വീണ ഓരോ ശിശുവിനും എവിടുന്ന് വന്നു ഈ പറഞ്ഞ ബാധ്യതകളെല്ലാം? ഈ പറയുന്ന ചുറ്റുമുള്ള ബന്ധുക്കളും സുഹൃത്തുക്കളും പാശങ്ങളും ബന്ധനങ്ങളും ഒക്കെ എവിടുന്ന് വന്നു? അവന്റെ മനസ്സ് വളർന്നതോടുകൂടി വന്നു, അല്ലെ? അതേസമയം മനസ്സിന് വികലമായിട്ടുള്ള ഒരു കുട്ടി, ശരീരം വളർന്നു, അവന്റെ മനസ്സിന് പക്വത വന്നിട്ടില്ല, അല്ലെ? ആ ഒരു കുട്ടിക്ക് ഇങ്ങനത്തെ ബന്ധനങ്ങളുണ്ടോ? ഇല്ല. ആ കുട്ടി സന്തോഷമായിട്ട് ജീവിക്കണു, ഭക്ഷണം കൊടുത്താൽ കഴിക്കുന്നു, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണു, അതിനൊരു ബന്ധനങ്ങളും ഇല്ല. ഈ വളർന്നു എന്ന് പറയുന്നത് എന്താ? നമ്മുടെ മനസ്സ് വികലമായ രീതിയിൽ കാമങ്ങളില്, ക്രോധങ്ങളില്, അതിനൊക്കെ അടിമപ്പെട്ട്, പ്രലോഭനങ്ങളിൽ അടിമപ്പെട്ട് ഞാനിതാ കിടന്ന് ചുമ്മാ ദുഃഖിക്കണു, ഇല്ലാത്ത ഒരു സെൽഫ് ക്രിയേറ്റഡ് മിസറിയിൽ കിടന്ന് ഞാനിതാ വലയണു, എന്നിട്ട് അമ്മയെ കിടന്ന് വിളിച്ച് കരയണു. അമ്മ സദാ നമ്മുടെ കൂടെ നമ്മുടെ ഉള്ളിൽ ഇരിക്കണു. ഇതെല്ലാം നോക്കി ചിരിച്ചു, നീ എന്താ എന്റെ അടുത്ത് വരാത്തത് എന്ന് ചോദിക്കണു. ഇപ്പൊ എനിക്ക് തിരിച്ചറിഞ്ഞപ്പോ ഞാൻ അമ്മയോട് പറയുന്നു, അമ്മ ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേക ഭവാനി. വളരെയധികം ദുഃഖങ്ങൾ അനുഭവിച്ചു. ആര് പറഞ്ഞു അനുഭവിക്കാൻ? ദേവി ചോദിക്കണം, ആരെങ്കിലും പറഞ്ഞോ? നീ തന്നെ ഉണ്ടാക്കി, നിന്റെ പാശങ്ങൾ കൊണ്ട് നീ കെട്ടിവെച്ച്, നിന്റേതാണ്, നിന്റെ ശരീരം പോലും ഞാൻ തന്നതാണെന്ന് നീ മറന്നുപോയി. ഒരു ശ്രീവിദ്യ ഉപാസകനെ സംബന്ധിച്ച് 36 തത്വങ്ങളും അമ്മയാണെന്ന് അറിഞ്ഞാല് പിന്നെ എവിടെയാ ഞാനെന്നുള്ള വ്യക്തിത്വം? അവിടെ ആ ശിവബോധം മാത്രമേ ഉള്ളൂ, അല്ലെ? അപ്പോ ആ ദുഃഖങ്ങൾ അനുഭവിച്ച് ശരണാഗതിയോടുകൂടി ഒരു പ്രാർത്ഥന വന്നെങ്കിൽ മാത്രമേ അമ്മയ്ക്ക് വരാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ദുഃഖങ്ങൾ അനുഭവിച്ചു, നമ്മൾ മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞു, ഇതെല്ലാം ഉപേക്ഷിക്കേണ്ടതാണെന്ന് അറിഞ്ഞു. ആ പ്രാർത്ഥന വന്നപ്പോഴെന്താ? നമ്മൾ വീണ് കിടക്കുന്ന ഈ സംസാര ദുഃഖം, സംസാരം എന്ന് പറഞ്ഞാൽ അതിൽ വീണുപോയി, അല്ലെ എന്ന് നമ്മൾ തിരിച്ചറിയണം. വീണതല്ല, നമുക്ക് വന്നതാണ്, നമ്മൾ അയച്ചതാണ്, നമ്മള് കാരണമല്ല, നമ്മൾ കാര്യങ്ങളാണ്. എന്തിനിവിടെ വന്നു? നമുക്ക് ഇതുവരെ അറിയില്ലായിരുന്നല്ലേ? അപ്പൊ നമുക്ക് കാമക്രോധ ലോഭങ്ങൾ പോലെ നമുക്ക് എന്താ പറയാ, പുരുഷാർത്ഥങ്ങളില് മോക്ഷത്തെ അറിഞ്ഞുകൂടാ. മനുഷ്യത്വം, മുമുക്ഷുത്വം, മഹാപുരുഷ സംശയം. ആ മനുഷ്യത്വം വേണം, മുമുക്ഷുത്വം വേണം, മഹാപുരുഷന്മാരുടെ ശാസ്ത്രങ്ങൾ പഠിക്കണം, സത്സംഗങ്ങൾ കേൾക്കണം. ഞാൻ എന്തിനു വന്നു? ഈ ശരീരം എനിക്ക് എന്തിനു അമ്മ തന്നു? ഇതെല്ലാം കേട്ട് തത്വങ്ങൾ അറിയണം. തത്വബോധം ഉൾക്കൊണ്ട് ഈ ശരീരം നമ്മുടെ അല്ല, പ്രപഞ്ചം നമ്മുടെ അല്ല, ഇതെല്ലാം ഒരു മഹാശക്തി നടത്തിക്കൊണ്ടുപോകണു. ഞാനിവിടെ വന്നത് എന്റെ ഒറ്റ ലക്ഷ്യം, തിരിച്ചു പോകുമ്പോൾ എനിക്ക് തിരിച്ച് ഈ ഭൂമിയിൽ വരാതിരിക്കാൻ തക്കവണ്ണമുള്ള പുണ്യം ഉണ്ടാക്കണം. നമ്മള് ഓരോന്ന് പറയണം, എനിക്ക് ടീച്ചർ ആവണം, അടുത്ത ജന്മം ഡോക്ടർ ആവണം, എനിക്ക് അംബാനി ആവണം, അല്ലെ, മൾട്ടി മില്യണർ ആവണം, ഇന്ന കാറുകളിൽ നടക്കണം, എന്തൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുക? ഇതൊക്കെ എത്രയാണ്? ഇതിലൊക്കെ സഞ്ചരിച്ചുകൊണ്ട് നമുക്ക് പുണ്യം ഉണ്ടാവുമോ? ആ മൾട്ടി മില്യണർ ആയിട്ട് അംബാനിമാരും ഒക്കെ നടക്കുന്നെങ്കിൽ അവര് ചെയ്ത പുണ്യത്തിന്റെ ഫലമാണ് ഈശ്വരൻ കൊടുത്തത്. ഈ പുണ്യം ചെയ്ത ബാങ്കിലിട്ട പൈസ എടുക്കുമ്പോ കുറയും. പുണ്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ കുറയും. അവിടെ വീണ്ടും വീണ്ടും സേവിങ് ഡെപ്പോസിറ്റില് ഒന്നും ഇടാതിരുന്ന് സുഖമായിട്ടെല്ലാം അനുഭവിച്ച് എനിക്കെല്ലാം ഈശ്വരൻ തന്നു എന്ന് പറഞ്ഞ് അഹങ്കാരത്തോടു കൂടി നടന്ന് പുണ്യം ക്ഷയിച്ചു കഴിഞ്ഞാൽ പാപത്തിന്റെ ഫലം അനുഭവിക്കാൻ ഒരു ജന്മം വരുമ്പോ പാപങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, പുണ്യം കാണില്ല. ഈ ജന്മത്തിൽ നമ്മളെ പലതും പുണ്യത്തിന്റെ ഫലമാണ് നമ്മളെ രക്ഷിക്കുന്നത്. പാപവും പുണ്യവും സമമായിട്ട് വരുമ്പോഴാണ് മനുഷ്യ ജന്മം വരിക. ഇവിടെ നമുക്ക് പുണ്യങ്ങളെല്ലാം അനുഭവിച്ച് നല്ല കുടുംബത്തിൽ ജനിച്ചു, നല്ല കുടുംബം ഉണ്ടായി, നല്ല കുട്ടികളുണ്ടായി, ഈശ്വരനിലോട്ട് മനസ്സ് തിരിഞ്ഞു, എല്ലാം ഓക്കെ. അതൊക്കെ ചെയ്ത പുണ്യത്തിന്റെ ഫലം. പക്ഷെ ഇവിടെ ചെയ്യുന്ന പാപങ്ങളും, നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന പാപങ്ങളും നമുക്ക് ദുഃഖങ്ങളായിട്ട് വന്നപ്പോൾ നമ്മൾ ഈശ്വരനെ വിളിച്ചു. ആ ദുഃഖങ്ങളെ മറികടന്നപ്പോ ഭഗവാനെ, അമ്മയെ മറന്നുപോയി. ഇനി എന്തൊക്കെ നമുക്ക് ഇവിടെ പുണ്യങ്ങൾ ഉണ്ടാക്കാം? ഇനി വരുന്ന ശ്ലോകങ്ങളിൽ അതാ എടുത്തെടുത്ത് പറയുന്നത്. പുണ്യം ക്ഷീണിച്ചു പോകും, കുറഞ്ഞു പോകും, അല്ലെ? എന്താ നമ്മള് ദേവന്മാർ എന്തുകൊണ്ടാ ഭൂമിയിൽ വരുന്നത്? ആ ക്ഷീണേ പുണ്യേ മർത്യലോകത്ത് വന്നേ പറ്റൂ. പുണ്യം ക്ഷീണിച്ചാൽ, പുണ്യം കുറയുമ്പോൾ മർത്യലോകത്ത് വരണം. ഇവിടെ പുണ്യം ഉണ്ടാക്കണം. ഇവിടെ വന്നിട്ട് പുണ്യത്തിന്റെ സുഖമായിട്ട് വലുതായിട്ട് വലിയ വീടും കൊട്ടാരം വെച്ച് നമ്മൾ വലിയ വലിയ കാറുകളിൽ നടന്ന് അംബാനിയെ പോലെ നടന്നിട്ട് ഈ പുണ്യങ്ങളെല്ലാം ഇതാന്ന് പറയുന്ന പോലെ ക്ഷണം മാത്രം. ഈ കാണുന്നതൊക്കെ കുറെ ആളുകൾക്ക് കാണാനായിട്ട് നമ്മൾ എന്തൊക്കെയോ പറയാനുണ്ട്. നമ്മുടെ ഉള്ളു വെറും പൊള്ളയാണില്ലേ? അവിടെ ഒന്നുമില്ല. അവിടെ അമ്മയെ ഇരുത്തിയിട്ടില്ല. അമ്മ തരുന്നത് ഒന്നും നമുക്കില്ല.
അന്യരോട് കരുണയില്ല, ഉണ്ടാക്കിയ ഒരു ഷെയർ കൊടുക്കാൻ മനസ്സില്ല. നമ്മൾ വിഗ്രഹങ്ങളിലാണ് ഈശ്വരനെ കാണുന്നത്, മനുഷ്യരിൽ കാണുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് എവിടെയാ നമുക്ക് പുണ്യം മുന്നേ സമ്പാദിച്ചിരിക്കുന്നത്? പറയണു, ഞാന് പ്രമത്തനായി പോയി. എന്നെ ഈ ആഗ്രഹങ്ങള് എന്നെ വലച്ച് ഈ സംസാരത്തിലിട്ടു. വളരെയധികം ദുഃഖങ്ങള് ഞാൻ അനുഭവിക്കേണ്ടി വന്നു. പ്രാരാബ്ധമാണ് ദുഃഖങ്ങള്. പ്രാരാബ്ധ ശരീരമാണ് നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങള്. നമുക്കറിയാം, ആഗാമി, പ്രാരാബ്ധം, സഞ്ചിതം. അതില് തൊടുത്തു വിട്ട അമ്പ് പോലെ ഈ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ കൊണ്ടുവന്നത് മുഴുവനും അനുഭവിച്ച് എപ്പോ കർമ്മം കഴിയണോ ആ നിമിഷം ഭൂമിയിൽ ഈ ശരീരം വിട്ടിട്ട് ജീവൻ പോകും. അവിടെ ജീവനെ പിടിച്ചു നിർത്താൻ നമ്മൾ ആരുമില്ല, സ്വേച്ഛയായിട്ട് വന്ന അപ്പോ ആ ജീവൻ നമ്മുടെ ശരീരത്തെ നിസാരമായിട്ട് ഉപേക്ഷിച്ച് പോകുന്നതിന് മുമ്പേ ഈ ശരീരത്തിൽ വെച്ച് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാം, പുണ്യം ഉണ്ടാക്കാൻ പറ്റുമോ പാപങ്ങൾ കഴിയുന്നതും കുറച്ച് ചെയ്യുക. ആ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് അമ്മയോട്. അതുകൊണ്ടാണ് അമ്മയുടെ അടുത്തുള്ള ഗതി, അമ്മയുടെ അടുത്തുള്ള ഗതി, അമ്മയെ കിട്ടിയാൽ ഞാൻ എനിക്ക് സത് ചിന്തകളെ വരൂ, സത് വികാരങ്ങളെ വരൂ, ആ മനസ്സിൽ നിന്ന് സത് കർമ്മങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ഈ ഒരു പ്രാർത്ഥന അമ്മ കേൾക്കണം. ഞാൻ ഈ സംസാര സമുദ്രത്തിൽ വീണുപോയി, അമ്മ എന്നെ രക്ഷിക്കൂ. ബോധം വന്നാലേ എന്താ പറയാ, ആ ബോധം എനിക്കിപ്പോ തിരിച്ചു വന്നു, ദേവിയെ ആശ്രയിക്കണമെന്ന് തോന്നലുണ്ടായി. ഇപ്പൊ ഞാനിത് അമ്മയെ വിളിക്കുകയാണ്, ഒരു കരയുന്ന കുഞ്ഞിനെ പോലെ, അഴുക്ക് പറ്റി ചെളി പുരണ്ട മനസ്സോടുകൂടി, ശരീരത്തോടുകൂടി അമ്മ വിളിക്കണു. ഞാൻ അമ്മേ വരൂ, എന്നെ രക്ഷിക്കൂ, ഇല്ലെങ്കിൽ ഇതാണ് സുഖം എന്ന് പറഞ്ഞ് എന്താ ഈ പ്രപഞ്ചത്തിൽ കിട്ടുന്ന ചെറിയ നിസാര സുഖങ്ങള്, മലത്തിൽ കിടക്കുന്ന പന്നികളെ പോലെ, പുഴുക്കളെ പോലെ ഈ ചെറിയ ചെറിയ സുഖങ്ങളിൽ രമിച്ച് ഈ സംസാരത്തിൽ തന്നെ ഞാൻ കിടക്കും. അമ്മ എന്നെ രക്ഷിക്കൂ. ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. അമ്മ മാത്രമേ ഉള്ളൂ, അമ്മ മാത്രമേ ഉള്ളൂ. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ശ്ലോകമാണ് ഈ രണ്ടാമത്തെ ശ്ലോകം. നമുക്ക് മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് കയറാം. മൂന്നാമത്തെ ശ്ലോകം എന്തൊക്കെയാണ് ഒരു മനുഷ്യൻ അവന്റെ ജന്മത്തിൽ ചെയ്യേണ്ടതെന്ന് എടുത്തു പറയുന്ന ശ്ലോകമാണ്. ന ജാനാമി ദാനം നജ ധ്യാനയോഗം ന ജാനാമി തന്ത്രം നജ സ്തോത്രമന്ത്രം ന ജാനാമി പൂജ നജ ന്യാസയോഗം ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. അമ്മയല്ലാതെ ആരുമില്ല. ഇനി പറയാണ് എന്തൊക്കെയാണ് ഈശ്വരനിലേക്ക് പോകേണ്ട കുറെ വഴികളാണ് ഇനി പറയുന്നത്. അതൊന്നും എനിക്കറിയില്ല എന്ന് പറയാ. എന്തൊക്കെയാണ് ഈ 4 വരികളിലൂടെ എന്തൊക്കെയാണ് നമ്മൾ എന്തൊക്കെ ചെയ്താലാണ് അമ്മയുടെ അടുത്ത് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് വളരെ ക്ലിയർ ആയിട്ട് ഭഗവത് പാദര് നമുക്ക് പറഞ്ഞു തരികയാണ്. എന്തൊക്കെയാണ് വേണ്ടത്? ദാനം, ധ്യാനം, തപസ്, തന്ത്രം, സ്തോത്രം, മന്ത്രം, പൂജ, ന്യാസം. ഇതെല്ലാം ശ്രീവിദ്യ ഉപാസനയുടെ ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാം, അല്ലെ? അപ്പൊ ഇതിന്റെ ഇന്റഗ്രൽ പാർട്ട് എന്ന് പറയുന്നത് എന്താ? ശ്രീവിദ്യയുടെ ഈ പ്രധാനപ്പെട്ട ന്യാസങ്ങള്, പൂജകള്, തന്ത്രം, മന്ത്രം, ധ്യാനം എല്ലാം വരുന്നുണ്ട്, അല്ലെ? അപ്പോ ആത്മവിദ്യയാണ്. ഇപ്പൊ ശ്രീവിദ്യ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ? ഈ ശ്രീവിദ്യ ഇല്ലാത്തവർക്കും ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യാം. കാരണം ഈശ്വരനിലോട്ടുള്ള വഴി ഇതാണെന്ന് കാണിച്ചു തരികയാണ്. ഇതിൽ ഏതെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചെയ്താലും മതി, ഇല്ലേ? ഇപ്പൊ ദേവിയോട് ശങ്കരാചാര്യ സ്വാമികൾ പറയണു, അമ്മ എനിക്ക് ദാനം ചെയ്യാൻ അറിയില്ല, ധ്യാനം അറിയില്ല, തന്ത്രം എന്നെ അമ്മയെ പ്രാപിക്കാനുള്ള വഴിയാണ്, അതും എനിക്കറിയില്ല, സ്തോത്രങ്ങൾ അറിയില്ല, മന്ത്രങ്ങൾ അറിയില്ല, പൂജ അറിയില്ല, ന്യാസങ്ങൾ അറിയില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, എന്താ? ഞാൻ അമ്മയിലേക്കാണ് എനിക്ക് എത്തിച്ചേരേണ്ടത്. ഞാൻ എത്തിച്ചേരുന്നത് അമ്മയിലാണ്. എന്നെ ഒന്ന് കടാക്ഷിക്കില്ലേ, സ്വീകരിക്കില്ലേ? ഞാന് അങ്ങോട്ട് മാത്രം ലക്ഷ്യമാക്കി നടന്നു വരികയാണ്. കാരണം എനിക്ക് ഈ പ്രപഞ്ച സുഖങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു, എനിക്ക് ദുഃഖമാണ്, ഞാൻ മഹാഭീരുവാണ്, എന്നെ ഭയം കടന്നുകൂടിയിരിക്കുന്നു, മരണഭയത്തിൽ ഞാൻ ഭയക്കുന്നു. ഈ ശരീരം ഉപേക്ഷിച്ചാൽ ഞാൻ എവിടെയാ വരിക? എനിക്ക് ആരുണ്ട് എന്നെ സഹായിക്കാൻ? എനിക്ക് സദാ അമ്മയെ ധ്യാനിക്കാൻ സാധിക്കുന്നില്ല, ന്യാസം ചെയ്യുന്നില്ല, മന്ത്രം ജപിക്കുന്നില്ല, മനസ്സ് ഓടിപ്പോണു. കാരണം സ്ഥിരം പൂജ ചെയ്യുന്നില്ല. ഒരു ദിവസം പൂജ ചെയ്യണു, പിറ്റേ ദിവസം ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്യുമ്പോൾ മനസ്സവിടെ നിൽക്കുന്നില്ല. പക്ഷെ അമ്മയ്ക്ക് ഇതൊന്നും അല്ല വേണ്ടതെന്ന് എനിക്കറിയാം, ഞാൻ അറിയണു. കാരണം എന്റെ നിഷ്കളങ്ക സ്നേഹം അമ്മയുടെ അടുത്തെത്താൻ, അമ്മയെ പിരിഞ്ഞ് ഈ സംസാരത്തിൽ അകപ്പെട്ട അമ്മയെ വിളിച്ച് കേഴുന്ന അമ്മയുടെ പുത്രനാണ് ഞാൻ, അത് അമ്മ അറിയണം. ആ പാദങ്ങൾ മാത്രമാണ് എൻ്റെ ആശ്രയം. എൻ്റെ വഴി ചേരുന്നത് അവിടുത്തെ അടുത്ത് മാത്രമാണ്. ഞാൻ സാധകനല്ല, ഞാനൊരു യോഗിയല്ല, ഒന്ന് മാത്രമേ എനിക്ക് അറിയാവൂ അമ്മ. എനിക്ക് അമ്മയെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അവിടെ എത്താൻ മാത്രമാണ് ഞാൻ നടന്നു നീങ്ങുന്നത്. എന്നെ സ്വീകരിക്കൂ അമ്മ. ഗതിസ്ത്വം
ഗതിസ്ത്വം ത്വമേക ഭവാനി. വീണ്ടും വീണ്ടും എന്റെ ഗതി അമ്മയാണ് അമ്മയാണ് എന്ന് പറയണു. കരുണാ തരംഗിതാക്ഷി, കരുണാ തരംഗിതാക്ഷി. ആരാണമ്മ? ആ ചുമന്ന നിറമുള്ള കരുണയോടുകൂടിയുള്ള കണ്ണുകളോടുകൂടിയ അമ്മേ കാമാക്ഷി. കരുണയോടുകൂടി എന്നെ ഒന്ന് നോക്കൂ അമ്മേ. വേറെ ഒന്നും എനിക്ക് വേണ്ട. ഈ ഭവാബ്ദിയിൽ വീണ എനിക്ക് ഒരു ചെറിയ തോണിയാണ് ആ ദയാ കടാക്ഷം. അതിൽ കയറാൻ ഞാനിതാ അതിൽ കയറിയാൽ അമ്മയുടെ ഒരു കടാക്ഷം എന്റെ പുറത്ത് വീണാൽ ആ കടാക്ഷമാകുന്ന തോണിയിൽ കയറി ഞാൻ ഈ സാഗരത്തെ തരണം ചെയ്ത് അവിടെ എത്തിക്കോളാം. അമ്മ എന്നെ ഒന്ന് നോക്കിയാൽ മതി. എല്ലാ വരികളിലും സംസാരത്തിന്റെ പീഡ, ദുഃഖം, വേറെ ഒരു ആശ്രയവും ഇല്ല എന്നുള്ള ആ ബോധം തെളിഞ്ഞു കാണുകയാണ് അല്ലെ? ഇതാണ് ഓരോ ദേവി ഭക്തന്റെയും ഭാവം എന്ന് നമ്മൾ അറിയണം. കാരണം ഇതെല്ലാം തികഞ്ഞ ആളാണ് ശങ്കരാചാര്യ സ്വാമികൾ ഇല്ലേ? ഇതിൽ ഏതാ ഇല്ലാത്ത അദ്ദേഹത്തിന്? എല്ലാം തികഞ്ഞ ആള്. അദ്ദേഹം ആർക്ക് വേണ്ടിയിട്ട് ഇത് എഴുതണം? ഇതേപോലെ ഭവാബ്ദി മധ്യത്തില് ഉഴലുന്ന നമ്മളെ പോലെയുള്ള ജീവനുകൾക്ക് ദേവി ഉപാസകരെന്ന് സോക്കോൾഡ് ഞാൻ ദേവി ഭക്തനാണ് അല്ലെ? എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ? അത് പോരാ. എന്താ വേണ്ടതെന്ന് അദ്ദേഹം എടുത്തു പറയുകയാണ്. ആ ദേവി ഭക്തന്റെ ഭാവം എന്തായിരിക്കണം? അമ്മയുടെ പുറകെ ഞാൻ നടക്കാം അല്ലെ? ആപതി കിം കരണീയം. ആപത്തിൽ ഞാൻ ആരെ വിചാരിക്കും അല്ലെ? സ്മരണീയം ചരണയുഗളം അമ്പായ. എനിക്ക് ആ പാദങ്ങള്, ശങ്കരാചാര്യ സ്വാമികളുടെ ഒരു നല്ല ഒരു ചിത്രമുണ്ട്. അമ്മയുടെ കാൽപാദങ്ങളുടെ പുറകെ അദ്ദേഹം പോകുന്നു. പിന്നെ എന്താ? അദ്ദേഹം പോകുന്നു, അമ്മ പുറകെ പോകുന്നു ഇല്ലേ? ആ മൂകാംബികയെന്ന് ചോറ്റാനിക്കരയിലോട്ട് വരണ അമ്മ, അദ്ദേഹം മുമ്പേ പോണു, ദേവി പുറകെ വരണു. അതാണ് ഭക്തദാസൻ. ഭക്തരുടെ ദാസനാണ് അമ്മ. ദാസയാണ് അല്ലെ? നമ്മൾ വിളിച്ചാൽ നമ്മുടെ കൂടെ വരും. അത്രയ്ക്ക് സ്നേഹം, അത്രയ്ക്ക് അമ്മയുമായിട്ട് അടുത്ത വ്യക്തിയാണ്. മകനെ പോലെ. നമ്മുടെ മക്കളെ വിളിച്ചാൽ എവിടെയാണ് പോണമെന്ന് നമ്മൾ ചോദിക്കാറില്ല അല്ലെ? കാറ് കൊണ്ട് നിർത്തിയിട്ട് ഒരു പുരുഷനോ മകന്റെ സ്ഥാനത്തുള്ള വേറെ ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ ആ കാറിൽ കയറുമോ? വരൂ, ഞാൻ കൊണ്ടുപോകുന്നിടത്ത് വരണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരു സ്ത്രീ കയറുമോ? ഒരു അമ്മ കയറുമോ? ഇല്ല. അതേസമയം മകൻ ഒരു കാറ് കൊണ്ട് നിർത്തി കയറൂ എന്ന് പറഞ്ഞാല് കണ്ണടച്ച് കയറും. അപ്പൊ നമ്മൾ പറയും എന്റെ മകനാ വിളിച്ചത്. അപ്പൊ ആ വിശ്വാസം ഇല്ലേ? ആ ദൃഢവിശ്വാസം, അതാണ് നമുക്ക് ദേവിയോട് വേണ്ടത്. ദേവിക്ക് തിരിച്ചും. ശങ്കരാചാര്യ സ്വാമികൾ വിളിച്ചപ്പോ ഇവൻ കാഞ്ചി കാമാക്ഷി ചെന്നു. അവിടെ ചെന്നും വിളിച്ചു, അമ്മ എന്താ ഇങ്ങനെ അലഞ്ഞു നടക്കണത്? ഞാൻ അമ്മ ഇവിടെ ഇരുത്താൻ പോവാണ്, ശ്രീചക്രത്തിൽ ഇരുത്താൻ പോവാണെന്ന് പറഞ്ഞു. അമ്മ കാളിയുടെ സ്വരൂപം ധരിച്ച് നടക്കുകയായിരുന്നു അവിടെ. അമ്മ ഉടനെ എന്ത് ചെയ്തു? ശ്രീചക്രത്തില് തന്റെ പുത്രനെ ആവാഹിക്കാനായിട്ട് പാകത്തിന് നിന്ന് ശ്രീചക്രത്തിലെ കാമേശ്വരിയായിട്ട്, ആ ലളിതാ മഹാത്രിപുര സുന്ദരിയായിട്ട്, ആദ്യമായിട്ട് ലളിതാ ത്രിപുര സുന്ദരിയായിട്ട് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് കാഞ്ചീപുരം. അവിടെ അമ്മ കാണിച്ചു കൊടുത്തു. കരിമ്പ് വില്ലും പുഷ്പബാണങ്ങളും പാശവും അങ്കുശവും വെച്ച് ആ പഞ്ചപ്രേത മഞ്ചത്തിൽ ഇരിക്കുന്ന അമ്മയെ കാണിച്ചു കൊടുത്തു തന്റെ മകന്. ആ മകൻ എന്തുകൊണ്ടാ ശങ്കരാചാര്യ സ്വാമികൾ അത് കണ്ടത്? ആ അമ്മ പൂർണ്ണമായിരിക്കുന്ന ശരണാഗതി അമ്മ മാത്രമാണ് എന്നുള്ളത് അമ്മയ്ക്കറിയാം. അമ്മയ്ക്ക് മകനിലും മകന് അമ്മയ്ക്കുമുള്ള അമ്മയിലുമുള്ള വിശ്വാസം. അതുപോലെയാണോ നമ്മള്? നമുക്കിപ്പോഴും സംശയമാണില്ലേ? ശ്രീവിദ്യ ഉപാസകരാണ്. അമ്മ വരുമോ? ഞാൻ ഇന്നലെ 108 8 കുറഞ്ഞുപോയി, ഉറങ്ങിപ്പോയി, ഞാൻ ജപിച്ചില്ല, അമ്മ അത് കണക്ക് വെച്ചിട്ട് എനിക്കത് എന്താ ശിക്ഷയായിട്ട് തരുമോ? ഇതൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. എത്ര ബാലിശമായിട്ടുള്ള ചോദ്യമാണ് ഈ ജഗത് മാതാവിനോട് നമ്മൾ ചോദിക്കുന്നത്. നമ്മുടെ കണക്ക് കുറ്റങ്ങളോ തെറ്റുകുറ്റങ്ങളോ കാണാനാണോ അമ്മ അവിടെ ഇരിക്കുന്നത്? ഇല്ല. നമുക്ക് പൂർണ്ണമായിരിക്കുന്ന സമർപ്പണമുണ്ടോ? നിഷ്കളങ്കമായിരിക്കണ, എപ്പ വിളിച്ചാലും ഓടി വരും അമ്മ ഇല്ലേ? ഒരു കാറ് കൊണ്ട് നിർത്തി ഞാനിതാ വരുന്നു ഇല്ലേ അമ്മ, ഞാൻ എന്റെ ശരീരം ഉപേക്ഷിക്കാറായി, എന്നെ വിളിക്കൂ, എന്നെ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ അമ്മ ശക്തി ദേവതകളെ അയക്കുമെന്ന് ഉറപ്പുള്ള ഒരു ഭക്തന് ഉറപ്പായിട്ടും ശക്തി ദേവതകൾ വന്നിരിക്കും, കൊണ്ടുപോയിരിക്കും. മണിദ്വീപത്തിൽ കൊണ്ടുപോയിരിക്കും. ചിന്താമണി ഗൃഹത്തിൽ അമ്മയുടെ അടുത്ത് ആക്കി കൊടുക്കുകയും ചെയ്യും. അല്ല, അതിന് ഭാവന വേണം, വിശ്വാസം വേണം. ഉറപ്പായിട്ടും നമ്മളത് നടക്കും എന്നുള്ള ഇത് വേണം. ഇത് വിശ്വാസം ഇല്ല. ഇന്ന് ഒരു വിശ്വാസം, നാളെ വേറൊരു വിശ്വാസം, മറ്റന്നാ വേറെ. ഇന്ന് ദേവി, നാളെ ശിവൻ. മറ്റവര് പിണങ്ങിയാലോ മറിച്ചവര് പിണങ്ങിയാലോ ഈ ദേവത ഞാൻ നാരായണീയം കൂടെ പഠിച്ചെങ്കിലേ എനിക്ക് വരുള്ളൂ. ഭാഗവതം വായിക്കുന്നു, ഇത് ഞാൻ പണ്ടേ ചെയ്തു വന്നാണ്. ശ്രീവിദ്യ എന്ന് പറഞ്ഞാല് ഉപേക്ഷിക്കാനുള്ളതാണ്. എല്ലാം ഉപേക്ഷിച്ചിട്ട് അമ്മ മാത്രം. എത്രയോ തവണ ഞാൻ ഇത് ആവർത്തിച്ചിരിക്കുന്നു. എപ്പോ നമുക്ക് അമ്മ മാത്രം എന്ന് തോന്നൽ വരുന്നോ അപ്പം മാത്രമേ അമ്മ വിളിച്ച വിളി കേൾക്കുള്ളൂ. ഉറപ്പാണത്. അതിനാണ് നമ്മൾ ഗുരുപരമ്പര നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാതെ നാരായണീയവും ഭാഗവതവും ഒന്നും മോശമായിട്ടല്ല. ഭഗവത്ഗീത പോലും മോശമല്ല. ഒന്നും പഠിക്കണ്ട. അമ്മയിലില്ലാത്ത ആ നാരായണീയവും ഭാഗവതവും സകല വേദസ്വരൂപിണിയാണ് അമ്മ. വേദമാതാവായിരിക്കുന്ന ഗായത്രി എവിടുന്നാ വന്നത്? അമ്മയിൽ നിന്നാണ് അല്ലേ? വേദങ്ങള് ആ ഒരു നാൻമറ കൊണ്ട് മറച്ചിരിക്കുന്ന അമ്മ. നാൻമറ എന്ന് പറഞ്ഞാൽ 4 വേദങ്ങളാണ്. ആ നാദ ബിന്ദുക്കളിൽ ഇരിക്കുന്ന അമ്മയ്ക്ക് അറിവ്, എല്ലാ അറിവും അവിടെ നിന്നാ തുടങ്ങുന്നത്.
ഇനി ഏത് ഉപദേവതകളെ പ്രാർത്ഥിച്ചാലും ശ്രീവിദ്യയിൽ അമ്മയല്ലാതെ ഈ അമ്മയിൽ മാത്രം മനസ്സ് വെക്കുന്നവർക്ക് മാത്രമേ അമ്മയുടെ ആ ഒരു ദർശനം, അമ്മയുടെ ഉള്ളിലെ അനുഭവം നമുക്ക് ഉണ്ടാവുള്ളൂ. അല്ലാതെ വേറെ കുറെ പഠിച്ചു ഇതിന്റെ അമ്മ സന്തോഷിക്കും, ഞാൻ അതാണ് പഠിച്ചത്, ഞാൻ വിഷ്ണു ഭുജംഗം പഠിച്ചു, ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. എല്ലാം ഉപേക്ഷിക്കൂ. നമ്മുടെ ഗുരുക്കന്മാർ എന്താ നമ്മളോട് പറയുന്നത്? സർവധർമാൻ, സർവകർമാൻ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കർമ്മങ്ങളെന്നല്ല, ഉപദേവത ഉപാസന നിർത്തിക്കൊണ്ട് സാക്ഷാൽ അമ്മയെ മാത്രം ഉപാസിക്കണം. ആ അമ്മ നമ്മള് വിളിച്ചാൽ ഓടി വരും, ഉറപ്പാണ്. അപ്പൊ ആപതി കിം കരണീയം, ആപത്തിൽ ആരെ വിളിക്കണം? സ്മരണീയം ചരണയുഗളം അമ്പായ. ആ അമ്മയെ വിളിക്കാൻ നമുക്ക് ധൈര്യം വേണം. അല്ല നമ്മള് അപ്പൊ ഈ 5-6 ബുക്കുകൾ പഠിച്ചവർക്ക് നാരായണനെ വിളിക്കണോ, ദേവിയെ വിളിക്കണോ, അല്ലെ, ഗണപതിയെ വിളിക്കണോ, സുബ്രഹ്മണ്യനെ വിളിക്കണോ, ഇങ്ങനെ സംശയിച്ച് നിൽക്കുമ്പോൾ ജീവൻ സുഖമായിട്ട് ശരീരത്തെ വിട്ടങ്ങ് പൊക്കോളും. അപ്പൊ ഒരെണ്ണത്തിൽ ഉറപ്പിച്ചാൽ മാത്രമേ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ, അല്ലെ. വാസ്തവത്തിൽ നമുക്ക് ഈ ലോകത്ത് ആശ്രയിക്കാനുള്ളത് ആ പറ്റിയവരായിട്ട് ആരുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം നമ്മുടെ ഇത് നേരത്തെ തന്നെ മനസ്സിൽ ഉറപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഉപാസനാ മാർഗത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തും ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ വേറുള്ളവരെ ചാരി നിൽക്കാൻ പാടില്ല. കാരണം അവരാണ് നമുക്ക് ഗതി എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും ഭ്രമമാണ്, മിഥ്യാധാരണയാണ്. ഇവർ കൂടെ ഉണ്ടാവും, സഹായിക്കും എന്നതിൽ വിശ്വസിച്ച് പിന്നീട് ദുഃഖിക്കേണ്ടി വരും. അതാണ് ഇന്ന് ഈ ലോകത്ത് കാണുന്നത്. എനിക്ക് സുഖവും സുരക്ഷിതത്വം തരും എന്ന് കരുതുന്നത് കിട്ടുന്നതൊക്കെ തന്നെ എന്താ പറയാ, ഇവിടെ കിട്ടുന്നതെല്ലാം ലാഭമാണ്. നമുക്ക് അവര് തരുന്നതാണ്, നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അച്ഛനമ്മമാരും തന്നത്, അതെല്ലാം നമുക്ക് കിട്ടിയ ലാഭമായിട്ട് നമ്മൾ കാണണം. എല്ലാവരും വേണ്ടപ്പെട്ടവരാണെങ്കിൽ അവരെല്ലാം നമ്മുടെ കൂടെ ശാശ്വതമായ ഗതിയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. എല്ലാം ഈശ്വരൻ തരുന്നതാണ്, ഭാഗ്യമാണ്, അനുഗ്രഹമാണെന്ന് കരുതി ആ ഒരു കൃതജ്ഞതയോടുകൂടിയാണ് നമ്മൾ ഇരിക്കേണ്ടത്. ഇത് നമ്മുടെ ഭാഗ്യമാണ്, പുണ്യമാണ്, അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് ആ സത്യം നമ്മൾ തിരിച്ചറിയണം. ഇതിന്റെ പുറകെ ഒരു ഈശ്വര പ്രേരണ ഇല്ലാതെ നമ്മൾ കാണുന്ന ആരും നമ്മുടെ കൂടെ വന്ന് നിൽക്കില്ല. അത് ആദ്യം മനസ്സിലാക്കണം. അതിന്റെ പുറകില് അമ്മയാണ് നമുക്ക് വേണ്ടവരെ നമ്മളെ വേണ്ട സമയത്ത് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. ആ ഒരു പരിചയമില്ലാത്തവർക്ക് നമ്മളോട് കരുണ തോന്നുന്നത്, നമ്മൾ നിന്ന് കാല് കഴിക്കുമ്പോൾ നമ്മളെ കയറ്റി വിടുന്നത്, ദാഹിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം തരുന്നത്, ഒരു പരിചയമില്ലാത്ത എത്രയോ പേര് നമ്മളെ സഹായിക്കുന്നു. അവിടെയൊക്കെ നമ്മൾ അമ്മയുടെ അദൃശ്യ ഹസ്തങ്ങളെ കണ്ടുകൊള്ളണം. കാരണം നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ നന്നായിട്ട് വളർത്തിയിട്ടുണ്ടെങ്കിൽ അത് ജഗദമ്പിയുടെ അനുഗ്രഹമാണ്. ഈ ഒരു കുടുംബത്തിൽ ജനിച്ച് ഇവർ നമ്മുടെ അച്ഛനമ്മമാരായത് അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ്, അല്ലെ. അപ്പൊ അച്ഛൻ, അമ്മ, ഭർത്താവ്, ഭാര്യ, ബന്ധുക്കൾ എല്ലാവരും തന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് സുഹൃതികളാണ്, നമ്മുടെ സുഹൃതം കൊണ്ടാണ്, നമ്മൾ ചെയ്ത പുണ്യകർമ്മങ്ങൾ കൊണ്ടാണ്. അത് അമ്മയുടെ കാരുണ്യാണ്. നല്ല കർമ്മങ്ങൾ ചെയ്യാൻ ആരാ നമ്മളെ അനുഗ്രഹിക്കുന്നത്? അമ്മയല്ലേ. ആ അമ്മയുടെ, ആ ജഗദമ്പിയുടെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റിയത്. മക്കളുടെ രൂപത്തില്, ബന്ധുക്കളുടെ രൂപത്തില്, അറിവിന്റെ രൂപത്തില്, ധനത്തിന്റെ രൂപത്തില്, ജീവിത മാർഗത്തിന്റെ രൂപത്തിൽ, ഏത് രീതിയിലും ജഗദമ്പികയാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത്, അല്ലാതെ വ്യക്തികളല്ല. ആ വ്യക്തികളെ നമ്മൾ അവിടെ കാണരുത്. അങ്ങനെ കാണുന്നത് കൊണ്ടാണ് നമ്മുടെ പാശം അതിൽ ബന്ധിക്കപ്പെടുന്നത്. അപ്പൊ അവരുടെ പുറകിലുള്ള ആ ഗതി, ആ ശക്തി, അത് അവരെ നമ്മളെ സഹായിക്കാൻ അല്ലെങ്കിൽ അനുഗ്രഹിക്കാൻ കാരണമായത് അമ്മയാണ്. ആ പ്രേരണാശക്തി നമ്മുടെയും അവരുടെയും ആ ജഗദമ്പികയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. എല്ലാവരും നമുക്ക് അനുകൂലമാണെങ്കിൽ അത് നമ്മുടെ കൃതജ്ഞത, ഇല്ലേ, അത് ഡയറക്റ്റ് ആയിട്ട് അമ്മയ്ക്ക് സമർപ്പിക്കണം. അമ്മ കാരണം ഇങ്ങനെ എനിക്കൊന്ന് നല്ലത് വന്നു, അല്ലെ, അവരെന്നെ സഹായിച്ചു, അവിടെ അമ്മയാണെന്ന് തിരിച്ചറിഞ്ഞോണം. ഭവാനിയാണ്, അല്ലെ, ഭവാനിയായിട്ടാണ് ആ ബന്ധം ഊട്ടി ഉറപ്പിക്കണം. നമ്മുടെ ബന്ധം ആരായിട്ടാ? അമ്മയായിട്ട് മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന ജഗത്തിലെ എല്ലാ വസ്തുക്കളുടെയും എല്ലാ ആളുകളുടെയും പുറകില് ആ പ്രേരക ശക്തി, ഇച്ഛാജ്ഞാന ക്രിയാശക്തിയായിട്ടിരിക്കുന്ന അമ്മയാണ്, ഭവാനിയാണ്. ആ ബന്ധം വേണം നമ്മൾ കൂടുതൽ കൂടുതൽ ഊട്ടി ഉറപ്പിക്കാൻ, അല്ലെ. നമ്മളെ സഹായിക്കാൻ ബാല്യത്തിലെ മാതാപിതാക്കളെ തന്നു, യൗവനത്തിൽ നമുക്ക് പാർട്ട്നേഴ്സിന് അല്ലെങ്കിൽ ഭർത്താവിനെയോ ഭാര്യയെ തന്നു, വാർദ്ധക്യത്തിൽ പുത്രീപുത്രന്മാരെ തരുന്നു. ഇനി ആരെങ്കിലുമൊക്കെ നമ്മളെ സംരക്ഷിക്കും, അല്ലെ. നമുക്ക് പണം ഉണ്ടെങ്കിൽ നമ്മളൊരു ഒരു സർവന്റിനെ, നമ്മളെ ഇഷ്ടമുള്ള ഒരു ജോലിക്കാരെ വെച്ച് നമ്മള് ഇല്ലെങ്കിൽ ആശുപത്രി കിടക്കയിലെ കട്ടിലെ നേഴ്സ് നമ്മളെ സഹായിക്കും. ആരെങ്കിലും കാണും നമ്മളെ സഹായിക്കാൻ. അപ്പൊ ഇതൊക്കെ ആരെങ്കിലും ഒക്കെ ആയിട്ട് നമ്മളെ സംരക്ഷിക്കാൻ അയക്കും അമ്മ. അത് അമ്മ അയക്കുന്നവരാണ്, അല്ലെ. അവരുടെ വാത്സല്യം ആ ദേവിയുടേതാണ്, അവരുടെ ഉള്ളിലിരിക്കുന്ന ദേവിയാണ് നമുക്ക് തുണയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ദേവി പാശ അങ്കുശങ്ങളും പുഷ്പബാണങ്ങളും ഇക്ഷുകോദണ്ഡവുമായിട്ട് സർവാഭരണ വിഭൂഷിതയായിട്ട് അമ്മ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കത്തൊന്നുമില്ല. അതിനുള്ള യോഗ്യതയൊന്നും നമുക്കില്ല. കാരണം ശങ്കരാചാര്യ സ്വാമികൾ വിളിച്ചാൽ അങ്ങനെ തന്നെ കാണിച്ചു കൊടുത്തു. ആ ഒരു
കാഞ്ചി ക്ഷേത്രത്തില് ഉള്ളില് ഇതേ രൂപത്തില് സാക്ഷാൽ പഞ്ചദശിയുടെ രൂപത്തില് എല്ലാ ശ്യാമ വാരാഹി ഉൾപ്പെടെ അമ്മ കാണിച്ചു കൊടുത്തു എന്നാ പറയുന്നത്. അദ്ദേഹം കണ്ടിട്ടാണ് അദ്ദേഹം ആ സ്തോത്രങ്ങളൊക്കെ രചിച്ചത്. ഇവിടെ നമുക്ക് അങ്ങനെയൊന്നും ഈ കലിയുഗത്തിൽ വരില്ല, നമുക്ക് അതിനുള്ള യോഗ്യതയില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ചെളിക്കുണ്ടി കിടക്കുന്ന വെറും അഴുക്ക് പിടിച്ച കുഞ്ഞുങ്ങളായതുകൊണ്ട് അമ്മ വരില്ല. പക്ഷേ അമ്മയുടെ സ്നേഹം വേറുള്ളവരിലൂടെ നമുക്ക് ആവശ്യം വരുമ്പോ അവരെ നമ്മുടെ അടുത്തേക്ക് അയക്കും. കാരണം നമുക്ക് ജനനം മുതൽ മരണം വരെ തുണയായിട്ടിരുന്നത് ഭവാനി തന്നെയാണ് എന്ന് അറിയണം. ഈ ബോധം ഉറപ്പിച്ചാല് ഒരു പ്രത്യേക വിഭാഗത്തിനോട് മമതയും ആശ്രയത്വവും നമുക്ക് കുറയും. കാരണം ഇല്ലെങ്കിൽ അത് ഉറച്ചുറച്ചു പോകും. അവരുള്ളത് കൊണ്ടാണോ എന്ന് പറയും. അതിന്റെ പുറകിലിരിക്കുന്ന ശക്തിയെ നമ്മൾ കണ്ടുകൊള്ളണം. തൽക്കാലം മാത്രമാണ് ഇതെന്ന് അറിഞ്ഞ് നിഷ്കളങ്കമായ ഒരു സ്നേഹം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ, അത് വേണം. കാരണം ഒന്നിനും പിടിവാശി പിടിക്കേണ്ട കാര്യമില്ല. ഇതല്ലെങ്കിൽ വേറൊന്നും, അത്രയേ ഉള്ളൂ. പക്ഷെ ഈ ജഗദംബിക ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാവരും ഉണ്ടാവുള്ളൂ എന്നുള്ളത് ആ സത്യം മാത്രം തിരിച്ചറിയുക. അപ്പോ ആ അമ്മയുടെ രൂപത്തിൽ നമ്മളെ സഹായിക്കും. ഗതി, ആശ്രയം ആ പാദത്തിൽ മാത്രം വെക്കുക. അതുകൊണ്ടാണ് ഗതിസ്ത്വം ഗതിസ്ത്വം ത്വം ഏകാ ഭവാനി. അപ്പൊ ശാശ്വത ഗതി അമ്മ മാത്രമാണ്. നമ്മൾ അമ്മയുടെ കൂടെ ഇരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക്. എന്തിനാണ് അമ്മയുടെ കൂടെ ഇരിക്കുമ്പോൾ ഭയം? എന്തിനാണ് നമ്മൾ മറ്റുള്ള ഒന്നിനെ കുറിച്ച് എന്തിനു വിഷമിക്കണം? പലരും വരുന്നു പോകുന്നു, കിട്ടിയതെല്ലാം ലാഭം അല്ലെ? ഒന്നും കൊണ്ടുവരാത്ത നമുക്ക് ഇവിടെ ജീവിച്ചു ഇത്രയും ലാഭങ്ങൾ പോരെ അല്ലെ? സാധാരണ പറയാറുണ്ട് കൗണ്ട് ദ ബ്ലെസ്സിങ്സ്. നമ്മുടെ അനുഗ്രഹങ്ങളെ മാത്രം, നമ്മുടെ ആ അനുഗ്രഹങ്ങൾ അല്ലാത്തതൊക്കെ നമ്മുടെ കർമ്മത്തിന്റെ ഫലമാണെന്ന് തിരിച്ചറിഞ്ഞ് അതും അക്സെപ്റ്റ് ചെയ്യണം. അപ്പോ നമ്മുടെ ബ്ലെസ്സിങ്സ് അമ്മയും ആ ബ്ലെസ്സിങ് തന്ന ആ ദേവിയാണ് എനിക്ക്. ആ അനുഗ്രഹമാണ് ഇതെല്ലാം. അതുകൊണ്ട് അമ്മയോടുള്ള സ്നേഹം നമ്മൾ എത്രത്തോളം കൂട്ടാൻ പറ്റുമോ അത്രത്തോളം കൂട്ടുക. ഇതാണ് മുമുക്ഷുത്വത്തിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ആ ഒരു മോക്ഷ സാധനയാണിത്. നമുക്കിതിൽ കിട്ടുന്നത് എന്താ? നമ്മുടെ അമ്മയാണ്, സ്നേഹം കിട്ടുന്നു, നമ്മൾ പാശം വെക്കുന്നു. ഇതിന്റെ കൂടെ ഏറ്റവും വലിയ മനുഷ്യ ജന്മത്തിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യമായിരിക്കുന്നത് കിട്ടുന്നുണ്ട്. എന്താ? മുമുക്ഷുത്വം അല്ലെ? മോക്ഷം കിട്ടുന്നുണ്ട്. അമ്മയ്ക്ക് മാത്രം തരാൻ പറ്റുന്ന കൈവല്യ പദദായിനി. അത് തരാൻ ആർക്ക് പറ്റും? അമ്മയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. ദേവിയോടുള്ള ആശ്രയഭാവം, ഉള്ളിൽ തട്ടിയുള്ള പ്രാർത്ഥന. വിശ്വസിച്ചവർ വിട്ടുപോയി. പലരും നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കണു അല്ലെ? ആ ഒരു തീ പിടിച്ചവൻ വെള്ളത്തിൽ ചാടുന്ന പോലെ അമ്മയുടെ കരുണവർഷം എന്നിൽ പൊഴിക്കണേ. ഞാനിതാ ചൂട് കൊണ്ട് എരിപിരി കൊള്ളുകയാണ്. നമുക്കൊരു തണുത്ത മുറി കയറി എന്ത് സുഖമായിരിക്കും? അതുപോലെ ഈ ദുഃഖങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന നമുക്ക് അമ്മയുടെ കരുണവർഷം, അമ്മയുടെ ആ അനുഗ്രഹം എന്നും ഉണ്ടാവണേ. അതായത് മറ്റുള്ള എന്താ പറയാ, മറ്റുള്ളവരല്ല ചതിച്ചത്. ശരിക്കും പറഞ്ഞാല് ഞാനാണ് എന്നെ ചതിച്ചത്, ഞാനാണ് വിശ്വാസം അവിടെ കൊണ്ടുവച്ചത്. അവര് വിശ്വസിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ഒരാളുടെ പെരുമാറ്റം കണ്ട് നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് അവരെ വിശ്വസിക്കുന്നു അല്ലെ? അപ്പൊ മനുഷ്യനെ വിശ്വസിക്കുന്നു, അത് എന്റെ തെറ്റാണ് അമ്മ. ആരെയും സഹായിക്കില്ല. ആരും ഒന്നും എന്നും ആരെയും സഹായിക്കില്ല അല്ലെ? നമ്മൾ പറയും എല്ലാരും എല്ലാ കാലവും ഉണ്ടാവില്ല എന്ന് പറയും. എന്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിയ അബദ്ധമാണ്. നിരാശയില്ല. കാരണം നമ്മൾ അനുഭവത്തിനെ പഠിക്കുള്ളൂ. നമുക്ക് ലഭിക്കേണ്ടതേ ലഭിക്കുകയുള്ളൂ. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന സുഹൃതങ്ങൾ കൊണ്ട് പലതും നമുക്ക് ഉണ്ടായി വരും. സുഹൃതങ്ങൾ ചെയ്യുക, നല്ല കർമ്മങ്ങൾ ചെയ്യുക, പ്രതിഫലം പ്രതീക്ഷിക്കരുത്. ഫലം ദേവിയുടെ അരികില് അമ്മ ആരുടെയെങ്കിലും കയ്യിൽ മെസ്സഞ്ചറായിട്ട് നമുക്ക് കൊടുത്തു വിടും അല്ലെ? അത് ഉറപ്പാക്കണം. വ്യക്തികളെ ആശ്രയിച്ച് ജീവിക്കാതെ അമ്മയെ ആശ്രയിക്കുക. ജാനാമി ദാനം. കാരണം എനിക്ക് എന്തൊക്കെയാ പറയുന്നത്? ജാനാമി ദാനം. എനിക്ക് ദാനം അറിയില്ല, ധ്യാനം അറിയില്ല, യോഗം, സ്തോത്രം, മന്ത്രം ഇല്ലേ, എനിക്ക് ഒന്നും അറിയില്ല എന്നാ ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത്. ഈശ്വരാരാധന സമ്പ്രദായങ്ങൾ പലതുണ്ട്. നമുക്കറിയാം പുണ്യകർമ്മങ്ങള് പലതുണ്ട്. ഇതൊക്കെ നമുക്ക് സുഹൃതങ്ങളാണ്. ഈ കർമ്മങ്ങൾ ചെയ്തെങ്കിലേ നമുക്ക് പുണ്യം സമ്പാദിക്കാൻ പറ്റൂ. അതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സുഖങ്ങളെല്ലാം തന്നെ. അപ്പൊ എത്രത്തോളം സുഹൃതങ്ങൾ ചെയ്യുന്നു അത്രത്തോളം ജീവിതത്തിൽ സുഖങ്ങളും നമുക്ക് അനുകൂല സാഹചര്യങ്ങളും നമുക്കുണ്ടാകും. പാപങ്ങൾ ചെയ്യുന്നത് നമ്മുടെ തന്നെ ജീവിതത്തിൽ തിരിച്ചടികളായിട്ട്, പ്രതികൂല സാഹചര്യങ്ങളായിട്ട് നമുക്കുണ്ടാകും. പുണ്യം കൊണ്ട് സുഖവും പാപം കൊണ്ട് എന്താ? ദുഃഖവുമാണ്. ഇതാണ് സനാതന ധർമ്മത്തിലെ പൂർവികര് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ അനുഭവം കൊണ്ട് പറയുന്നവരാണ്. ഈ അനേക എന്താ പറയാ യുഗങ്ങളായിട്ട് ഇതാണ് നടന്നു വരുന്നത്. പുണ്യപാപങ്ങള്. കാരണം അസുരന്മാരെന്ന് പറയുന്ന രണ്ട് ഗണങ്ങൾ ഉണ്ടാകാൻ തന്നെ കാരണം അതാ. ഇപ്പൊ ഏത് പുരാണ കഥകൾ എടുത്താലും അവിടെ ദേവന്മാരുണ്ട്, പ്രകാശിക്കുന്നവരുണ്ട്, ആസുരിക ഭാവമുള്ളവരുണ്ട്. എന്താ ഇങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നത്? ഇതിനെയാണ് നമ്മള്
പാപപുണ്യങ്ങൾ എന്ന് പറയുന്നത്. പാപം ചെയ്യുന്നവര് സുഹൃതികളെ, പാപം ചെയ്യുന്നവര് എന്താ പറയാ, ദുഷ്ടന്മാരായിട്ടും അസുരന്മാരായിട്ടും ജനിക്കും. പുണ്യം ചെയ്തവര് സുഹൃതികളായിട്ട് ജനിക്കണം, അവര് ദേവന്മാരാകും. അപ്പൊ ഇത് ഉള്ളില് ഉറപ്പിച്ച് നമ്മുടെ ഉള്ളില് പാപവാസന ഇല്ലാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഈ സത്യങ്ങളൊക്കെ നമ്മൾ അറിയണം. സത്സംഗങ്ങളിൽ കൂടെ കേട്ട് ഇത് ഉറപ്പിക്കണം നമ്മൾ, അല്ലെ? മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടാക്കുന്ന പ്രവൃത്തികളാണ് പാപങ്ങള്. അപ്പൊ ഭാവിയിൽ നമ്മുടെ അധപ്പതനത്തിന് അത് കാരണമാകും, ഉറപ്പാണ്. അധപ്പതിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ബാക്കിയുള്ളവർക്ക് കൂടുതൽ ദുഃഖം കൊടുക്കും. ഇപ്പൊ നമ്മൾ ഒരു ലഹരി വസ്തു ഉപയോഗിക്കുന്നു എന്ന് വെക്കൂ, കാലക്രമേണ എന്താണ് ആ ലഹരി വസ്തുവിന്റെ ഇന്നത്തെ കുട്ടികള്, അല്ലെ, ഒരു വീട്ടിലെ ഗൃഹനാഥൻ മദ്യത്തിന് അടിമപ്പെട്ടു എന്ന് വെക്കൂ. ആ അടിമപ്പെട്ട് ആദ്യം പറയും എന്റെ പൈസ കൊണ്ടാണ് ഞാൻ കഴിക്കുന്നത്, നിങ്ങൾക്ക് എന്താന്നൊക്കെ ചോദിക്കും. നമ്മള് അവരുടെ പാട്ടിന് വിടും, കുറച്ച് കഴിച്ചു, കുറച്ച് കാലക്രമേണ എന്ത് പറ്റും? അവര് ഈ ലഹരിക്ക് പൂർണ്ണമായിട്ടും അടിമപ്പെടും. അതിന്റെ പേരിൽ അവരെന്താ ചെയ്യണത്? ക്രമേണ അത് അടിമയായി കഴിഞ്ഞാല് അതിനു വേണ്ടി എന്ത് അധമ പ്രവൃത്തിയും ചെയ്യും. കുടുംബത്തെ നോക്കില്ല, തന്റെ ഭാര്യയും കുട്ടികളെയും ഉപേക്ഷിക്കും. അതിനുവേണ്ടി പൈസ കിട്ടിയില്ലെങ്കിൽ എന്താ പറയാ, അക്രമ പ്രവർത്തനങ്ങള്, മറ്റുള്ളവരുടെ മോഷ്ടിക്കും. അപ്പൊ ഒരു ചെറിയ വിട്ടുവീഴ്ച വന്ന നമ്മളത് അവസാനം റോഡിൽ കിടക്കും. ഇങ്ങനെയുള്ള ഒരു വലിയ അവസാന ശരീരം അങ്ങനെ പോവേണ്ടി വരും. അങ്ങനെ ഒരു ചെറിയ കർമ്മത്തിൽ തുടങ്ങി ഒരു വലിയ കർമ്മത്തില് അത് അവസാനിക്കും. ആ ചെയ്യുന്ന പാവങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന് ഈ പറയുന്ന ജീവന് ഒരു പുണ്യവും ഉണ്ടാക്കി കൊടുക്കില്ല. അങ്ങനെ ധർമ്മം ചെയ്യാൻ പറ്റാതെ നമ്മൾ അസ്വതന്ത്രരായി പോകും. ഒരു ചെറിയ എന്താ പറയുക, ചെറിയ ഒരു പാപകർമ്മം തുടങ്ങി അതൊരു വലിയ പാപകർമ്മമായിട്ട്, ഒരു ചെറിയ തര വന്ന് വലിയ തരമായിട്ട് വിഴുങ്ങുന്ന പോലെ നമ്മളെ വിഴുങ്ങിക്കളയും. നമ്മള് അവിടെ അസ്വതന്ത്രരായി പോകും. ഇതെല്ലാം തന്നെ പാപങ്ങളായിട്ട് ചെയ്യുന്നവന് തന്നെ വന്നു ചേരും. ഇത് വേറൊരാൾക്കല്ല വരുന്നത്. അവനവന്റെ പാപകർമ്മങ്ങൾ, അവനവൻ തന്റെ കർമ്മദോഷങ്ങൾ തന്നെയാണ്, അല്ലെ? അപ്പോ ശരിക്കും പറഞ്ഞ ആത്മനോ മോക്ഷായച ജഗത് ഹിതായച, ഉപനിഷത്ത് വാക്യാണിത്. നമുക്ക് ആത്മാവിന് മോക്ഷം കിട്ടുന്ന കർമ്മങ്ങൾ ചെയ്യണം. ജഗത്തിന് ഹിതം, നമ്മൾ വേറൊരാൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കരുത്. ഒരാൾ മദ്യം സേവിച്ചാൽ എന്താ? ആ കുടുംബത്തെ ഇല്ലാതാക്കി, പിന്നെ നമ്മളെ അന്യരെ ഇല്ലാതാക്കി, അവരെ കുറ്റം പറഞ്ഞു, അവരെ ഉപദ്രവിച്ചു. അങ്ങനെ ലോകത്തിന് തന്നെ നമ്മളൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയാണ്. ആദ്യം ഒരാളിൽ തുടങ്ങി, പിന്നെ എന്ത് ചെയ്തു? ചുറ്റുമുള്ളവർക്ക് എല്ലാം ബുദ്ധിമുട്ടായി തീർന്നു. മഹാപാപങ്ങളായിട്ട് അത് തിരിച്ചു വന്നു, അല്ലെ? ആ ഒരു നമ്മുടെ മോട്ടോ അതായിരിക്കണം. നമ്മുടെ ആത്മാവിനെ നമ്മൾ രക്ഷിക്കണം, നമ്മൾ ബാക്കിയുള്ളവർക്ക് സുഖവും കൊടുക്കണം, അവരെ ബുദ്ധിമുട്ടിക്കരുത്. ഇതാണ് ശരിക്കും രാമകൃഷ്ണ മിഷന്റെ മോട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെ? രാമകൃഷ്ണ മിഷന്റെ ആ ഒരു പാമ്പ്, താമര, കുണ്ടലിനി ശക്തിയും താമര, ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിന്റെ താഴെ വിവേകാനന്ദ സ്വാമി എഴുതി വെക്കാൻ പറഞ്ഞതാണ്. എന്താണ്? ആത്മനോ മോക്ഷായജ ജഗത് ഹിതായജ. അപ്പൊ വിവേകാനന്ദ സ്വാമിയാണ് ഇത് തീരുമാനിച്ചത്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികള് നമ്മളെ അടിമകളാക്കാതെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കണം. ഇതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. ഇതാണ് സുഖത്തിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണ്ടേ, എന്നാലല്ലേ നമുക്കതിൽ ലാഭം കിട്ടുള്ളൂ. ഇത് വേറെ ആരും ചെയ്യേണ്ടതല്ല. കാരണം ഇതിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. എന്റെ സാഹചര്യം ഇങ്ങനെ ആയി പോയി, എനിക്ക് പറ്റുന്നില്ല, അവരെന്നെ അങ്ങനെ ചെയ്യുന്നില്ല, ഇങ്ങനെ ഒന്നും നമ്മൾ വേറെ ആരെയും കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. കാരണം താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ തന്നെ അനുഭവിച്ചിടുകന്നേ വരൂ. അവരവൻ തന്നെയാണ് ഇത് മാറേണ്ടത്. ചെറിയ ചുറ്റുവട്ടത്തിൽ നമുക്ക് ചെയ്യാം, ആത്മാവിനെ ഉദ്ധരിക്കാം, നമുക്ക് ബാക്കിയുള്ളവർക്ക് ഹിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇത് തിരിച്ചറിഞ്ഞോണം. എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇത് പറയുന്നത്? ശങ്കര ഭഗവത്പാദര് അമ്മയെ പ്രാപിക്കണമെങ്കിൽ ഈ കുറെ നല്ല ക്വാളിറ്റീസ് പറയുന്നുണ്ട്. അതാണ് ഈ 7-8 പറഞ്ഞത്. യോഗം, പൂജ, ന്യാസം, ഇതെല്ലാം ഉണ്ടെങ്കിലേ അമ്മ, അത് തിരിച്ചു പറയുന്നത് എനിക്കിതൊന്നും ഇല്ല എന്ന് പറയുന്നത് എന്താ? ഇതുണ്ടെങ്കിലേ അമ്മയുടെ അടുത്ത് എത്താൻ പറ്റൂ എന്നാ പറയുന്നത്. അതാ നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇന്ന് ഞാൻ ദുഃഖം അനുഭവിക്കുന്നെങ്കിൽ മുൻപ് എന്നോ ചെയ്ത ദുഷ്കൃതത്തിന്റെ ഫലമാണത്. അല്ലാതെ ദുഃഖം വരുമ്പോ അത് അവര് കാരണമാണോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരെന്തുകൊണ്ട് എന്റെ അടുത്ത് അങ്ങനെ പെരുമാറി? അമ്മ എന്തുകൊണ്ട് അവരെ കൊണ്ട് എന്നോട് നല്ലത് പെരുമാറിച്ചില്ല? അവരെന്തുകൊണ്ട് എന്നോട് അങ്ങനെ പറഞ്ഞു? അതിന് കാരണം ഞാൻ അവരോട് ചെയ്ത എന്തോ കർമ്മത്തിൽ വന്ന പെശകാണെന്ന് പറഞ്ഞ കഴിഞ്ഞു, അല്ലെ? അതിന്റെ പേരിൽ വർഷങ്ങളോളം പകവെച്ച് അവരോട് പെരുമാറിയിട്ട് എന്താ കാര്യം? നമ്മുടെ മനസ്സ് വീണ്ടും ഒരു ചവറ്റുകുട്ടയായിട്ട് ഒരു ചെറിയ പുഴു അതിനകത്തിട്ടു. ആ പുഴു വളർന്ന് വലുതായി നമ്മൾ വീണ്ടും എന്താ പറയാ, അസ്വതന്ത്രരും ദേഷ്യവും കോപവും ഇതെല്ലാമായിട്ട് നമ്മള് പാപകർമ്മങ്ങൾക്ക് അടിമപ്പെടുന്നു. ഇത് നമുക്ക് തന്നെയാണ് നഷ്ടം, വേറൊരാൾക്കും നഷ്ടമില്ല. അവര് സുഖമായിട്ട് പോയി, അവരെ കണ്ടു, അവരോട് ദേഷ്യം വന്നു, ആ ദേഷ്യം നമ്മുടെ ഉള്ളിലിട്ടു, അത് വളർന്ന് ചെറിയ ഒരു തീപ്പെട്ടി കൊള്ളിയിട്ടു, അത് കാട്ടുതീയായിട്ട് നമ്മളെ തന്നെ നശിപ്പിച്ചു. അപ്പൊ നമ്മള് ബാക്കിയുള്ളവരുടെ കാര്യം, അവരാണ് എന്നെ ദുഃഖിപ്പിച്ചതെന്ന് പറയുന്നത് വെറും മണ്ടത്തരാണ്.
നമ്മൾ ചെയ്ത ദുഷ്കൃതത്തിന്റെ ഫലമാണ്. സുഖമാണെങ്കിലും നമ്മൾ സുഖം കിട്ടുമ്പോ എനിക്ക് സുഖം കിട്ടിയേ എന്ന് വിളിച്ചു പറഞ്ഞ ആരും ഓടാറില്ല അല്ലെ? അപ്പൊ മിണ്ടാതിരിക്കും. എങ്ങനെയുണ്ട്, സുഖമാണോ എന്ന് ചോദിക്കുമ്പോ വലിയ കുഴപ്പമില്ല എന്നേ നമ്മൾ പറയുള്ളൂ. കാരണം അത് നമുക്ക് വെളിയിൽ പറയാൻ ഇഷ്ടമല്ല. കാരണം ഞാൻ ഇങ്ങനെ സുഖമായിട്ടിരിക്കണോ, അവർക്ക് എന്നോട് ദേഷ്യം വന്നാലോ? ആരെങ്കിലും പറയുന്ന കേട്ടിട്ടുണ്ടോ? എനിക്ക് പരമസുഖാണ് ചോദിക്കുമ്പോ ആരെങ്കിലും പറയോ? ഒന്ന് ചിരിച്ചോണ്ട്. അതേസമയം ദുഃഖമാണെങ്കിൽ കാണുമ്പോ തന്നെ പറയാൻ തുടങ്ങും. അയ്യോ എനിക്ക് വയ്യ, മറ്റതാണ് മറിച്ചാണ് ഇല്ലേ, ഞാൻ വളരെ ദുഃഖിതയാണ്, നിങ്ങൾ ഒന്നും എന്നോട് ചോദിക്കരുത്, ഞാൻ ഡിപ്രസ്ഡ് ആണെന്ന് പറയും. അതേസമയം നല്ല സുഖത്തിലിരിക്കുമ്പോ, ഈശ്വരാനുഗ്രഹം കൊണ്ട് അങ്ങനെ തന്നെ വരട്ടെ, പക്ഷെ നല്ല സുഖത്തിലിരിക്കുമ്പോൾ നമുക്കത് പറയാൻ മടിയാണ്. കാരണം അവർക്ക് നമ്മുടെ അടുത്ത് ദേഷ്യം വരും. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഓരോ സുഖങ്ങളും നമ്മൾ പൂർവ്വജന്മങ്ങളില് ചെയ്ത നല്ല കർമ്മങ്ങളുടെ ഫലമാണ് നമ്മൾ അനുഭവിച്ചത്. എന്തുകൊണ്ട് സന്തോഷമായിട്ടിരിക്കണു, എനിക്ക് അമ്മയുണ്ട്, ഞാൻ സന്തോഷമായിട്ടിരിക്കണു എന്ന് പറയാൻ നമ്മൾ ഭയപ്പെടുന്നത്? ഞാൻ ചെയ്ത സുഹൃതങ്ങളുടെ ഫലം എന്റെ അമ്മ എനിക്ക് തരുന്നു, ഞാനിപ്പോ സമാധാനമായിട്ട് സന്തോഷമായിട്ട് കഴിയണു അല്ലെ? അപ്പോ ആ പുണ്യത്തിന്റെ ഫലം അത് തീർന്നു പോകരുത്. കാരണം എന്താ, ദുഷ്കൃതത്തിന്റെ ഫലം അനുഭവിച്ചെങ്കിൽ സുഖത്തിന്റെ ഫലവും തീരും. ദുഷ്കൃതത്തിന്റെ ഫലം എങ്ങനെയാ? അതിനെയാണ് പ്രാരാബ്ധ ശരീരം. ഇത് അനുഭവിക്കാനാ ശരീരം തന്നേക്കുന്നത്. ദുഷ്കൃതങ്ങളുടെ ഫലം ഓരോന്നും അനുഭവിച്ചു തീരുമ്പോ നമ്മൾ പറയില്ലേ, തീരട്ടെ, അതങ്ങ് പോട്ടെ, അത് കഴിയട്ടെ. എന്താ, ഒരു മരുന്ന് കുത്തിവെക്കും, ഡ്രിപ്പ് ഇടും, അസുഖം മാറും. ഇപ്പൊ നമ്മൾ എന്താ ഡ്രിപ്പ് ഇടുന്ന എന്തിനാ, അത് മരുന്ന് കുത്തിവെക്കുന്ന എന്തിനാന്ന് ഡോക്ടറോട് ചോദിക്കാറുണ്ടോ? ഇല്ല. നമ്മൾ പറയും അത് കുത്തിവെച്ചാലും സാരമില്ല, കുറച്ച് അനുഭവിച്ചാലും സാരമില്ല, തീരട്ടെ ഈ അസുഖം. അതുപോലെ നമ്മൾ ഈ കിട്ടുന്ന പാപങ്ങളെ ദുഃഖങ്ങളെല്ലാം അനുഭവിച്ച് തന്നെ തീരണം. അത് അനുഭവിക്കാതെ തീരില്ല. അതിനാണ് ഈ ശരീരം തന്നേക്കുന്നത്. അപ്പൊ അവിടെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയോട് പറയണം, അമ്മ ഞാൻ ഏതോ ജന്മം ചെയ്ത കർമ്മങ്ങളാണിത്, സാരമില്ല, അമ്മ കൂടെ ഉണ്ടായിരുന്നാൽ മതി, അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. നമ്മുടെ ഇഷ്ടവസ്തുക്കളെ പിടിച്ചു പറിക്കണു, ധനം നഷ്ടപ്പെടണു ഇല്ലേ, ഇഷ്ടവിയോഗം വരണു, അപ്പോഴെല്ലാം പ്രാർത്ഥിച്ചോണം. കാരണം അദ്ദേഹത്തിന് അത്രയേ ഉള്ളൂ, ഇല്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, സാരമില്ല പോട്ടെ, അമ്മയുണ്ടല്ലോ എന്റെ കൂടെ എന്ന് പറഞ്ഞ് അതും അക്സെപ്റ്റ് ചെയ്യുക. സുഖത്തിലും സന്തോഷമായിട്ടിരിക്കുക. കാരണം സുഖമാണോ, ആണ്, എനിക്ക് സുഖമാണ്, ഈശ്വരന്റെ കൃപ കൊണ്ടെന്ന് മാത്രം കൂട്ടിച്ചേർത്തോളുക അല്ലെ? അപ്പോ സുഖമാണെങ്കിൽ അത് പുണ്യത്തിന്റെ ഫലം, അത് തീർന്നു പോകാതിരിക്കുക. ക്ഷീണേ പുണ്യം മർത്യലോകേ വിശന്തി. പുണ്യം കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ വരേണ്ടി വരും. ഇപ്പൊ മാക്സിമം ഉണ്ടാക്കി ബാങ്ക് നിറച്ച് ഡെപ്പോസിറ്റ് ചെയ്ത് പണമല്ല, എന്താ ഈ പുണ്യങ്ങള് കൊണ്ടുപോകാൻ പറ്റുന്നിടത്തോളം ഓരോ ദിവസവും അമ്മയുടെ പാദപത്മങ്ങളെ സ്മരിച്ച, അമ്മ ഇതെന്റെ പുണ്യം, ഞാനിതാ അമ്മയുടെ പാദത്തിലല്ലേ, നമ്മൾ ജപം കഴിഞ്ഞ് സമർപ്പണം പോലെ ഇന്ന് ചെയ്ത ജപം അമ്മയുടെ കയ്യിൽ കൊടുക്കണം. അമ്മ സൂക്ഷിച്ചു വെച്ചേക്കും, നമ്മളിവിടെ വയ്ക്കുക കളഞ്ഞു പോകും. നമുക്ക് പല സാധനങ്ങളും വെച്ചത് എവിടെയാണെന്ന് ഓർമ്മയില്ല. രാവിലെ വെച്ച സാധനം വൈകിട്ട് തപ്പും, പിറ്റേ ദിവസം ഒരു വീട് മുഴുവൻ തപ്പിയാലും നമ്മൾ വെച്ച സാധനം കിട്ടത്തില്ല അല്ലെ? എന്നിട്ട് പറയും ഇന്ന് മുഴുവൻ ഞാൻ തപ്പി, എന്റെ സമയം പോയി എന്ന്. എവിടെയാ വെക്കണ? ഓർമ്മയില്ലാത്തവരാണോ നമ്മൾ ജപിച്ച് നമ്മുടെ പുണ്യപാപത്തിന്റെ കണക്ക് വെക്കുന്നത്? ആരെ ഏൽപ്പിക്കണം? പുണ്യവും പാപവും എല്ലാം അമ്മയ്ക്ക് കൊടുക്കണം, അമ്മയുടെ പാദത്തിൽ വെക്കണം. പാപങ്ങളുടെ ഫലം നമുക്ക് തിരിച്ച് ഈ പ്രകൃതി തന്നോളും. പുണ്യം അമ്മ സൂക്ഷിച്ചു വെച്ച് 5 ഇരട്ടി 10 ഇരട്ടി ഇൻഫിനിറ്റ് ആയിട്ട് അമ്മ തരും. അതുകൊണ്ടാണ് സമർപ്പണം അമ്മയുടെ കയ്യിൽ കൊടുക്കാൻ പറയുന്നത്. അമ്മയുടെ വലത് കയ്യിൽ ശിവപദത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഒന്നും നഷ്ടപ്പെട്ടു പോവില്ല. അപ്പൊ നമ്മൾ എന്ത് വേണം? ആ പുണ്യം ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. നാളേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് അത് മാത്രമേ ഉള്ളൂ. സുന്ദരകാന്ഡത്തില് ആഞ്ജനേയ സ്വാമി രാവണനോട് പറയുന്ന ഒരു വാക്യമുണ്ട്, വളരെ ശ്രദ്ധേയമായിട്ടുള്ളതാണ്. രാവണന്റെ ലങ്ക, ആ ഒരു സുവർണ ലങ്ക കണ്ട് അദ്ദേഹം ആദ്യമായിട്ടാണ് ഹനുമാൻ പോകുന്നത്. ഹനുമാൻ സ്വാമി തന്റെ സീതാ അന്വേഷണത്തിനായിട്ട് അവിടെ ചെയ്യുന്ന മനോഹരമായിരിക്കുന്ന ഐശ്വര്യം കണ്ട്, ആ രാവണൻ എന്ന് പറയുന്ന വ്യക്തിയെ കണ്ട്, അദ്ദേഹത്തിന്റെ സൗന്ദര്യം, ആരോഗ്യം, അറിവ്, ഇതെല്ലാം കണ്ട് എന്തൊരു എല്ലാം തികഞ്ഞ മനുഷ്യൻ അദ്ദേഹം മനസ്സിൽ വിചാരിക്കുകയാണ്. ആഞ്ജനേയ സ്വാമി, യോ എന്തൊരു ഐശ്വര്യാണ്, ലക്ഷ്മി കടാക്ഷിക്കുന്ന ഈ ലങ്കാ നഗരം, ഇവിടെയാണോ, ഇദ്ദേഹത്തിനാണോ ഈ കർമ്മം, ഒരു അന്യപുരുഷന്റെ ഭാര്യയെ തട്ടിക്കൊണ്ട് വെക്കാൻ തോന്നിയത്? ഇതെല്ലാം തികഞ്ഞ ഒരു നഗരം. അപ്പൊ നോക്കുമ്പോ അവിടെ എന്താ പറയാ, അത്രയ്ക്ക് പ്രകാശമാനമായിരിക്കുന്ന ഒരു പുരുഷൻ, അത് രാവണനാണെന്ന് അദ്ദേഹം തിരിച്ചറിയാണ്. സമ്പത്ത്, ഐശ്വര്യം, ബന്ധുബലം അല്ലെ, അറിവ് തികഞ്ഞ പുരുഷൻ എല്ലാം ഉണ്ട്. പക്ഷെ ഇന്ന് നീ ഇത് അനുഭവിക്കുന്നെങ്കിൽ രാവണ, അദ്ദേഹത്തെ പിടിച്ചു കെട്ടി എന്താ പറയാ സഭയിൽ കൊണ്ടുവന്നപ്പം രാവണനോട് പറയാണ്, ഇന്ന് നീ ഇത് അനുഭവിക്കണമെങ്കിൽ രാവണ, ഇത് നീ പൂർവ്വജന്മങ്ങളിൽ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ മഹത്വമാണ്, അല്ലാതെ നിനക്കിത് കിട്ടില്ല. നിനക്ക് ഇന്നൊരു നീച്ച എന്താ പറയാ ഒരു ആഗ്രഹം മനസ്സിൽ തോന്നി, സാക്ഷാൽ രാമന്റെ ആ ഒരു ഭാര്യയെ അപഹരിക്കാൻ. പക്ഷെ നിനക്ക് നിന്റെ നാശം അവിടെ തുടങ്ങി, നീ പാപം ചെയ്യാൻ തുടങ്ങി. നീ കാണുന്ന, ആര് കണ്ടാലും കൊതിക്കുന്ന
പല ആളുകളുടെ നിന്നും തട്ടിപ്പറിച്ചതാണല്ലേ. പുഷ്പക വിമാനം വൈശ്രവണന്റെ എടുത്തു, തന്റെ ജ്യേഷ്ഠന്റെ തട്ടിപ്പറിച്ചു, എല്ലാം പലതും തട്ടിപ്പറിച്ചാണെങ്കിലും നിന്റെ ഈ ഒരു സാമ്രാജ്യം എന്ന് പറയുന്ന ആര് കണ്ടാലും മോഹിച്ചു പോകും. കാരണം അത്രയ്ക്ക് മനോഹരമായിരിക്കുന്ന ലങ്ക, മനോഹരമായിരിക്കുന്ന എല്ലാ സാമവേദം വരെ അറിയുന്ന അദ്ദേഹം, ശിവപൂജ ദിവസവും ചെയ്യുന്ന ആള് അല്ലെ. തന്റെ എന്താ പറയാ, അദ്ദേഹത്തിന്റെ ശിവപൂജ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ചെയ്യുന്ന ശിവപൂജ ആർക്കും അതുപോലെ ചെയ്യാൻ പറ്റില്ലെന്നാ പറയുന്നത്. അത്രയ്ക്ക് ഭക്തൻ, അത്രയ്ക്ക് അറിവ്. പക്ഷെ ഇതെല്ലാം എന്തുകൊണ്ടാണ് നീ മനസ്സിലാക്കൂ രാവണ, നിന്റെ പൂർവ്വജന്മ സുഹൃതമാണ്, നിന്റെ പുണ്യകർമ്മത്തിന്റെ മഹത്വമാണ്. അത് പരതാരത്തെ അപഹരിച്ച് മഹാപാപം ചെയ്ത് നീ ഇതാ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ദേവിയെ തിരിച്ചു കൊടുത്ത് നിനക്ക് രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ നീ സീതയുടെയും രാമന്റെയും ദുഃഖം നിനക്ക് മഹാവിപത്തായിട്ട് തീരും. അവരുടെ ദുഃഖം ചെറിയ ദുഃഖം അല്ല. രാമൻ ആരാണെന്ന് നിനക്കറിയില്ല. ആ സീതാദേവിയുടെ ദുഃഖം നിനക്ക് ഒരാളുടെ ദുഃഖം. നമ്മൾ വേറൊരാളെ ദുഃഖിപ്പിക്കുമ്പോൾ അവരൊന്നും പറയണമെന്നില്ല, പക്ഷെ അവരുടെ ദുഃഖം നിന്റെ പുണ്യത്തെ ക്ഷയിപ്പിക്കും. അത് നിനക്ക് മഹാവിപത്തായി നിന്റെ ഈ സാമ്രാജ്യത്തെയും ഇവിടെ കാണുന്ന നിന്റെ ബന്ധുബലത്തെയും അവസാനം നിന്റെ ശരീരത്തെ ഉൾപ്പെടെ നശിച്ചു പോകും. അതുകൊണ്ട് രാവണ തിരിച്ചറിയൂ. ഇതാണ് ശരിക്കുള്ള ഹനുമത് വാക്യം എന്ന് പറയുന്നത്. കാരണം ആ ഒരു എപ്പോ നമ്മൾ പാപകർമ്മങ്ങൾ ചെയ്യുന്നു, ഈ പുണ്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഈ പാപവും നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പൊ പുണ്യം സുഖം നശിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം? സീതയെ തിരിച്ചു കൊടുക്കണം എന്നാ പറയണത്. അപ്പൊ ഇപ്പോൾ സുഖമാണെന്ന് കരുതി അതെന്നും ഉണ്ടാകണമെന്നില്ല. നമ്മൾ വിചാരിക്കും നമ്മളിപ്പോ സുഖമായിട്ടിരിക്കണോ, കണ്ടില്ലേ, എനിക്ക് എന്താ കുറവ്, എല്ലാം ഉണ്ട്. പക്ഷെ ഇതെന്നും ഉണ്ടാകണമെന്നില്ല. നാളേക്ക് വേണ്ടി ഇന്ന് കിട്ടുന്ന സാഹചര്യങ്ങളിൽ പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ചോളണം. കാരണം പുണ്യം ക്ഷയിക്കും, പാപം നമ്മൾ അനുഭവിച്ച് തീരേണ്ടതായിട്ട് വരും. ഇത്രയും നമ്മൾ പറയുന്നില്ല, ഇത്രയും സുഖമായിട്ടിരുന്ന ഒരു വ്യക്തി എന്താണ്, അദ്ദേഹം പോവാത്ത അമ്പലങ്ങളില്ല, പോവാത്ത തീർത്ഥസ്ഥലങ്ങളില്ല, ദാനധർമാദികൾ ചെയ്യണു. ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മരണം എന്ത് കൊടുത്തു? ആക്സിഡന്റൽ ഡെത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ക്യാൻസർ വന്നു. ഉടനെ നമ്മളെ വെളിയിൽ ഇരുന്ന് വിമർശിക്കുകയാണ്, അദ്ദേഹത്തിന് എന്താണ് ഇങ്ങനെ വന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ പുണ്യപാവങ്ങളെ എങ്ങനെ അറിയാൻ പറ്റും? അദ്ദേഹത്തിന്റെ പുണ്യകർമ്മങ്ങൾ ക്ഷയിച്ചു. അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരുന്ന ഡെപ്പോസിറ്റ് പൈസ മുഴുവനും വിഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ട് ബാങ്കിൽ ചെന്ന് കൊടുത്ത് ബാങ്കിൽ ചെക്ക് കൊടുത്താൽ എന്താ ചെയ്യുക? ബൗൺസ് ചെയ്യും, ഇല്ലേ? ഒന്നുമില്ല, നിങ്ങൾ പൊക്കോളാൻ പറയും. അപ്പൊ പുണ്യങ്ങൾ കഴിഞ്ഞു, പിന്നെ പാപങ്ങളുടെ എന്താ അനുഭവിക്കാൻ തുടങ്ങി. അദ്ദേഹം അനുഭവിക്കണം. ഇതിന് നമ്മളാരാ ജഡ്ജ് ചെയ്യാൻ? നമുക്കൊന്നും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഭഗവാൻ തന്നെ പറയണു, കർമ്മത്തിന്റെ ഗതി ഗഹനമാണ്, അറിയില്ല, അദ്ദേഹത്തിന് പോലും അറിയില്ല എന്ന് പറയണു. അപ്പൊ നമ്മൾ എന്ത് വേണം? ഈ മനുഷ്യ ജന്മത്തിൽ സന്തോഷമായിട്ട് ഈ പുണ്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട്, സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് വേണം? പുണ്യകർമ്മങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കണം. കാരണം രോഗങ്ങൾ ശരീരത്തെ ബാധിച്ചാൽ അത് സുഖം കിട്ടില്ല നമുക്ക്. കാരണം ഈശ്വര ഉപാസനം ചെയ്യണമെങ്കിൽ എന്ത് വേണം? ശരീരവും മനസ്സും സ്വസ്ഥമായിട്ടിരിക്കണം. ഭട്ടതിരിപ്പാട് എന്തുകൊണ്ടാണ് ഭഗവാനോട് വാതരോഗം മാറ്റിത്തരണേന്ന് അപേക്ഷിക്കുന്നത്? അദ്ദേഹം എന്താ, ഭക്തനല്ലേ? പക്ഷെ വാതരോഗം എന്നെ ഭഗവാനിൽ നിന്ന് അകറ്റണു ഭഗവാനെ, എന്റെ ഈ വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ശരീരവും മനസ്സും ബന്ധപ്പെട്ട് കിടക്കുന്നു. ശരീരത്തിന് വേദന വരുമ്പോ മനസ്സ് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങയിൽ നിർത്താൻ പറ്റുന്നില്ല, ഈ വാതരോഗം മാറ്റിത്തരൂ എന്ന് 99 ശ്ലോകങ്ങൾ അദ്ദേഹം എഴുതുകയാണ്. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങള് നമ്മുടെ ധ്യാനത്തെ ബാധിക്കും, ഈശ്വര ഭക്തിയെ ബാധിക്കും, ഈശ്വരനോടുള്ള വിശ്വാസത്തെ കുറയ്ക്കും. നമ്മൾ എന്ത് വേണം? ഈ നല്ല സുഖമായിട്ടിരിക്കുമ്പോ, ശരീരത്തിന് സ്വസ്ഥതയായിട്ടിരിക്കുമ്പോ നമ്മള് നല്ല കർമ്മങ്ങൾ ചെയ്തുകൊള്ളണം. ദാരിദ്ര്യം, ശത്രുക്കൾ ഒന്നും ഇല്ലാതിരിക്കണമെങ്കിൽ എന്ത് വേണം? സുഹൃതവും പുണ്യവും ധാരാളം വേണം. അതിന് സത്കർമ്മങ്ങൾ ചെയ്യണം. അതിനുള്ള കാര്യങ്ങളാണ് ഭഗവത്പാദര് പറഞ്ഞു തരുന്നത്. എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ടത്? ദാനം, തന്ത്രം, സ്തോത്രം, മന്ത്രം, പൂജ, ന്യാസം. ഇതൊക്കെ എന്താ? സുഹൃതങ്ങള്. എങ്ങനെ സുഹൃതം ഉണ്ടാക്കാം എന്നുള്ളത് പറഞ്ഞ സുഹൃത സമ്പാദനത്തിന്റെ വഴികളാണ് ഈ പറയുന്നതെല്ലാം. ആര് പറയുന്നു? അമ്മയെ അറിഞ്ഞ, സ്വന്തം കൈലാസത്ത് പോയി അച്ഛനെ കണ്ട ശങ്കര ഭഗവത്പാദർ നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നു. ഈ മാർഗങ്ങളെ നിങ്ങൾ ആശ്രയിക്കൂ. ഈ പറഞ്ഞ കർമ്മങ്ങളൊന്നും എനിക്കറിയില്ല. എന്തിനാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സുഖം കിട്ടാനാണ്, അല്ലെ? സുഖായ കർമ്മണി കരോതി ലോകേ. എല്ലാവരും സുഖം കിട്ടാനാണ് ഈ ലോകത്ത് കർമ്മങ്ങൾ ചെയ്യുന്നത്. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് പ്രതീക്ഷിച്ചാണ്, അല്ലെ? എല്ലാവരും അതെ. ഈ പറഞ്ഞ ദാനം, പൂജ, മന്ത്രം, തന്ത്രം എല്ലാം തന്നെ ഈശ്വരാരാധനയാണ്. ഇത് ചെയ്താൽ എന്ത് കിട്ടും? ഇതുകൊണ്ട് പാപം കിട്ടില്ല. പിന്നെ എന്ത് കിട്ടും? ധാരാളമായിട്ട് പുണ്യം കിട്ടും. അതുകൊണ്ട് ധാരാളം പുണ്യം കിട്ടാനായിട്ട് ഇതെല്ലാം ചെയ്യൂ. എന്താ ഇതൊക്കെ ചെയ്താൽ കിട്ടുന്നത്? ചിത്തശുദ്ധി വർദ്ധിക്കും, അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകും, സത്വഗുണം വർദ്ധിക്കും, വേണ്ടാത്ത സംസ്കാരം നമ്മളിൽ ഇല്ലാതിരിക്കും, നിഷിദ്ധ കർമ്മങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ നമുക്ക് മാറ്റാൻ പറ്റും, നമ്മുടെ ജ്ഞാന കർമ്മേന്ദ്രിയങ്ങള്
എന്താ പറയാ സത്കർമ്മങ്ങളിൽ മാത്രം ഉറയ്ക്കും. പിന്നെ നമ്മൾ ഇന്ദ്രിയങ്ങൾ പുറത്തേക്ക് പോവില്ല. ഇപ്പൊ ലോകത്തിന് ഹിതകരമായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ നമുക്ക് സാധിക്കും. ഇതൊരു സംസ്കാരമായിട്ട് തീരും നമ്മുടെ ഉള്ളില്. ഇത് പരിശീലിച്ചാൽ മാത്രമേ ഉണ്ടാകുള്ളൂ. കാരണം ഇത് പെട്ടെന്ന് ഉണ്ടാകുന്നതല്ല. ഇത് നമ്മുടെ മനസ്സ്, ചിന്തകള്, ആധ്യാത്മിക നിലവാരം എല്ലാം ഉയർത്തുന്നതാണ്. കാരണം ഈ പറഞ്ഞ എല്ലാ കർമ്മങ്ങളും. കാരണം ആദ്യം പറഞ്ഞിരിക്കുന്ന എന്താ? ദാനം. ദാനമാണ് ആദ്യം മനുഷ്യന് പുണ്യം വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും ദേവന്മാരെ, മനുഷ്യരെ എല്ലാവരും ചെന്ന് ബ്രഹ്മാവിനെ കണ്ടപ്പോ മനുഷ്യരോട് എന്താ ചെയ്യാൻ പറഞ്ഞേ? ദാനം ചെയ്യൂ എന്നാ പറഞ്ഞത്. ദാനം എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും പറഞ്ഞാൽ നമുക്ക് ദാനം എന്താണെന്ന് അറിയില്ല. നമ്മള് ഒരു ഭിക്ഷക്കാര് വരുമ്പോ 10 രൂപ എടുത്തു കൊടുക്കുന്നതാണ് ദാനം എന്ന് വിചാരിക്കുന്നത്. ദാനം എന്ന് പറഞ്ഞാല് ശ്രദ്ധയാ ദേയം, ശ്രദ്ധയോടുകൂടി ചെയ്യുന്നതിനെയാണ് നമ്മൾ ദാനം എന്ന് പറയുന്നത്. അശ്രദ്ധയാ അദേയം, അശ്രദ്ധയോടുകൂടി കൊടുക്കുന്നതൊന്നും ദാനമല്ല. എന്നാ എനിക്ക് ശല്യാണ് കൊണ്ടുപോ എന്ന് പറഞ്ഞ് നമ്മൾ വലിച്ചെറിഞ്ഞു കൊടുത്താലോ? നമ്മൾ ഒരാൾക്ക് ഒരു വസ്തു, ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പൊ എന്തെങ്കിലും ഒരു സ്തോത്രം അർത്ഥം പറഞ്ഞു കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഒരു ജ്ഞാനദാനാണ്. എന്തെങ്കിലുമൊക്കെ വായിച്ച് അവരുടെ മുമ്പിൽ ഇരുന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ അതിന്റെ പുണ്യം, അതിന്റെ ആ ഗൂഢാർത്ഥം, അതിന്റെ ഉള്ളിൽ തട്ടിയുള്ള അർത്ഥം പറഞ്ഞെങ്കിലേ നമുക്കത് നമ്മുടെ ജീവിതത്തിൽ ചരിയായിട്ട് എടുക്കാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ നമുക്കത് ഏത് രീതിയിലും പറയാം. ഇത്രയൊക്കെ മതി, ഓ അവര് പൈസ ഒന്നും തരാത്തവരല്ലേ, അവരിങ്ങനെയല്ലേ, എനിക്ക് ഇത്രയും മതി. അല്ല, നമ്മളതിനെ ശ്രദ്ധയോടുകൂടി നമുക്കറിയുന്ന കാര്യങ്ങള് അവർക്ക് മനസ്സിലായി അവർക്കത് ജീവിതത്തിൽ ഉപകാരപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ചെയ്യുന്നതാണ് ദാനം. ഏത് ദാനമാണെങ്കിലും. കാരണം വേദങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്താ പറയാ, ദാനത്തെക്കുറിച്ച് ശ്രദ്ധയാ ദേയം അശ്രദ്ധയാ അദേയം എന്ന് ദാനത്തെക്കുറിച്ച് വേദങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ദേയം എന്ന് പറഞ്ഞാല് കർത്തവ്യമായിട്ട് കൊടുക്കണം. യു മസ്റ്റ് ഗീവ് എന്നാ പറയുന്നത്. കാരണം എന്താ പറയാ, ആ ചില ഡ്യൂട്ടികള് നമുക്കുണ്ട്, കൊടുത്തേ തീരുള്ളൂ. നമ്മൾ പഞ്ചകൃത്യങ്ങൾ പറയാറുണ്ട് നമുക്ക് ഭൂമിയിലുള്ള, അല്ലെ? പഞ്ചകടങ്ങള്, അച്ഛൻ, അമ്മ, ഗുരു, അല്ലെ? ആ ഒരു പ്രപഞ്ചത്തിന് എല്ലാം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറയുന്നത്. കാരണം ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി. അത് നമ്മുടെ ഡ്യൂട്ടി, ധർമ്മമാണ്, കൊടുക്കണം. ഇല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആണ്. കാരണം പഞ്ചകടങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ പ്രപഞ്ചത്തിൽ വരുന്നത്. കാരണം അത് എന്താ പറയാ, ഈ പറഞ്ഞ പ്രപഞ്ചത്തിനോടുണ്ട്, പഞ്ചഭൂതങ്ങളോടുണ്ട്, ഇവിടെയുള്ള ചെടികൊടികളോടുണ്ട്, മരങ്ങളോടുണ്ട്, വൃക്ഷങ്ങളോടുണ്ട്, വായുവിനോടുണ്ട്, ഇല്ലേ, മൃഗങ്ങളോടുണ്ട്, അച്ഛൻ അമ്മമാരോടുണ്ട്, ആചാര്യനോടുണ്ട്. ഇതെല്ലാം നമുക്ക് കടങ്ങളുണ്ട്. എന്ത് ചെയ്യണം? അതെന്റെ ഡ്യൂട്ടിയാണ്, റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറഞ്ഞ് കൊടുക്കണം. ഉള്ളവര് യഥാശക്തി, ഇനി അടുത്ത ദാനമാണെങ്കിലോ, ഉള്ളവര് യഥാശക്തി ദാനം ചെയ്യണം. ലക്ഷറികൾ കുറച്ച് ആ ധർമ്മത്തിനനുസരിച്ച് നമ്മൾ ദാനം ചെയ്യണം. അപ്പോ ഭിക്ഷക്കാരനെ ധർമ്മക്കാരൻ എന്നാ വിളിക്കുന്നത്, അല്ലെ? പണ്ട് നമ്മൾ ഭിക്ഷക്കാരില്ല, എന്നാലും പണ്ട് നമ്മൾ എന്താ പറയണത്? ധർമ്മക്കാരൻ എന്നാ പറയുന്നത്. ധർമ്മം ആചരിക്കാൻ, നമുക്ക് ധർമ്മം ചെയ്യാൻ വന്നു നിൽക്കുന്നവൻ. നമുക്കൊരാൾക്ക്, ഇല്ലാത്ത ആളാണല്ലോ വേറൊരാളുടെ വീട്ടിന്റെ മുമ്പിൽ വന്ന് കൈനീട്ടുന്നത്. അപ്പൊ നമുക്കെന്താ, നമ്മുടെ ധർമ്മം എന്താ? ഇല്ലാത്തവന്, വിശക്കുന്നവന് കുറച്ച് ഭക്ഷണം കൊടുക്കുകയോ അവന് ഭക്ഷണം വാങ്ങിക്കാനുള്ള പണം കൊടുക്കുകയോ ചെയ്യുക. അപ്പൊ നമുക്ക് ധർമ്മം ചെയ്യാൻ, നമ്മുടെ ധർമ്മബോധത്തെ ഉണർത്താൻ ഒരാൾ വെളിയിൽ വന്ന് നിൽക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ധർമ്മക്കാരൻ എന്ന് വിളിക്കുന്നത്. നമ്മള് ഓം തത് സത് എന്ന് പറഞ്ഞിട്ടാണ് പണ്ട് ഭിക്ഷ കൊടുക്കുക. കാരണം ഇത് ബ്രഹ്മം തന്ന കാര്യമാണ്. എനിക്ക് ഈശ്വരൻ തന്നതിന്റെ ഒരു പങ്ക് ഇതാ, നിങ്ങൾ വെച്ചോളൂ. നമ്മുടെ മുന്നിൽ വന്ന് യാചിക്കുന്നത് നമുക്ക് ധർമ്മം ചെയ്യാനൊട്ട അവസരമാണെന്ന് നമ്മൾ കാണണം. അതുപോലെ തന്നെയാണ് എല്ലാം. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ നമുക്കിത് ചെയ്യാനുള്ള ഒരു വഴി ഭഗവാൻ തന്നല്ലോ എന്ന് വിചാരിക്കണം. അപ്പൊ നമ്മുടെ ശക്തിക്കനുസരിച്ച്, ശിബി ചക്രവർത്തിയെ പോലെ ചെയ്യണമെന്ന് പറയണില്ല. തന്റെ മാംസം മുറിച്ചു കൊടുക്കണ്ട രന്തിദേവനെ പോലെ ചെയ്യാൻ പറയണില്ല. ദധീജി മഹർഷിയെ പോലെ തന്റെ നട്ടെല്ലൂരി കൊടുക്കാനും പറയണില്ല. അത്രയും ഔന്നത്യത്തിലെത്തിയവരെ പോലെ ഒന്നും ദാനം ചെയ്തില്ലെങ്കിലും തന്റെ കഴിവനുസരിച്ച് ദാനം ചെയ്യാം. മഹാബലിയെ പോലെ ഞാൻ കൊടുക്കുന്നത്, ആ കൊടുക്കുന്നു എന്നുള്ള ഭാവം മാത്രം മാറ്റിയാൽ മതി. ഭഗവാൻ എന്ത് ചെയ്തു? കൊച്ചു ചെറിയ വാമനമൂർത്തി വന്നിട്ട് അദ്ദേഹത്തിന്റെ തലയിൽ വെച്ച ഞാൻ എന്നുള്ള ഭാവം, എനിക്ക് എന്തും തരാം, മൂന്നടി ചോദിച്ചപ്പോ എന്തും ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞ? എനിക്ക് വെറും 3 അടി മതിയോ? അയ്യേ, 3 അടി മതിയോ? എന്തും തരാൻ കഴിവുള്ളവനാണ് ഞാൻ, മഹാബലിയാണ് ഞാൻ, എന്തും ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ത്രിവിക്രമനായിട്ട് മാറിയില്ലേ? ഈ 3 ലോകങ്ങളും അദ്ദേഹം തന്റെ പാദങ്ങളെ കൊണ്ട് അളർന്നു. 3ാമത്തെ അടി വയ്ക്കാൻ എന്താ? തന്റെ അഹം, ഞാനാണ് എല്ലാം കൊടുക്കുന്നത്, എനിക്ക് തരാൻ പറ്റും എന്നുള്ള അഹത്തിന്റെ പുറത്ത് കാല് വെച്ചു, അദ്ദേഹത്തെ സുതലത്തിലേക്ക് അയച്ചു. അപ്പൊ നമ്മള് ഞാൻ കൊടുക്കണു, ഈശ്വരൻ തന്നതിന്റെ ഒരു പങ്ക് എനിക്ക് കൊടുക്കാൻ ഭഗവാൻ ഒരു അവസരം തന്നു. മഹാബലിയെ പോലെ ഞാൻ കൊടുക്കുന്നു എന്നുള്ള ഭാവത്തോടെ കൊടുക്കരുത്. നമ്മള് ആ ദാനം ചെയ്യുന്നത് നമ്മുടേതല്ല, അത് മനസ്സിലാക്കിക്കൊള്ളും. നമ്മുടെ ഒരു വീട്ടിൽ നിന്ന് നമ്മള്
വന്നപ്പോ നമ്മൾ ഒന്നും കൊണ്ടുവന്നിരുന്നില്ല. നമ്മുടെ അച്ഛനമ്മമാര് സമ്പാദിച്ച വസ്തുക്കള് നമ്മുടെ പ്രയത്നം കൊണ്ടുണ്ടാക്കിയതൊക്കെ മാത്രമേ ഉള്ളൂ. അതും ഭഗവാൻ തന്നതാണ്, അമ്മ തന്നതാണ് ഇല്ലേ. നമ്മുടെ കയ്യിലൂടെ ഭഗവാനാണ് കൊടുക്കുന്നത്. അവിടെ വന്ന് നിൽക്കുന്ന ആരാ? ആദ്യം തന്നെ വാമനമൂർത്തി വന്നപ്പോഴത്തേക്ക് ശുക്രാചാര്യ സ്വാമികൾ പറയുന്നുണ്ട്, ഇത് മഹാവിഷ്ണുവാണ്, കള്ള രൂപത്തിൽ വന്നിരിക്കുന്നതാണ്, കണ്ടില്ലേ വിഷ്ണുവാണ്, വിഷ്ണു ചിഹ്നങ്ങളെ നോക്കൂ, ഭഗവാനാണ് വന്നത്. മഹാബലിക്ക് മനസ്സിലായില്ല, ഭഗവാനാണെങ്കിലും ആരാണെങ്കിലും എന്താ എനിക്ക് കൊടുക്കാൻ പറ്റും എന്നാണ് മഹാബലി വിചാരിച്ചത് ഇല്ലേ. നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ആളിന്റെ മുമ്പിൽ ആരാ? നമ്മുടെ ഗുരുവായിട്ട്, അച്ഛനമ്മമാരായിട്ട് നമ്മുടെ മുമ്പിൽ ദാനം സ്വീകരിക്കാൻ ചോദിക്കുന്ന ഒരു യാചകനായിട്ട് വന്നതിന്റെ ഉള്ളിലും ഭഗവാനാണ് ഇല്ലേ. അവിടെ നമ്മൾ വ്യക്തിയെ കാണരുത്, ശരീരത്തെ കാണരുത്, ഭഗവാനെ കാണണം, അമ്മയെ കാണണം. അപ്പൊ നമ്മുടെ കയ്യിലൂടെ ഭഗവാനാണ് കൊടുക്കണം എന്നൊരു ചിന്ത നമുക്ക് വേണം. ഒന്നും നമ്മുടേതല്ല, ഭഗവാൻ തന്നു, ഭഗവാൻ കൊടുപ്പിക്കണു, അത്രയേ ഉള്ളൂ. നമ്മൾ വെറും ഒരു ഉപകരണം. ഈശ്വരന്റെ കൈകളാകുക നമ്മള്. കൊടുക്കുമ്പോ കിട്ടുന്ന സന്തോഷം ഒരിക്കലും വാങ്ങുമ്പോ കിട്ടില്ല അല്ലെ. കാരണം എത്ര കിട്ടിയാലും നമുക്ക് തൃപ്തി വരില്ല. നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കൂ. നമുക്ക് നല്ലൊരു സാധനം നമ്മുടെ കയ്യിൽ തന്നു, അപ്പൊ നമ്മൾ ഉടനെ മറ്റുള്ളവർക്ക് എന്താ കിട്ടിയത്? എനിക്കിത് ഒന്നും കൂടെ കിട്ടിയാൽ കൊള്ളാം. ഒരിക്കലും മനസ്സ് കിട്ടിയതിൽ തൃപ്തി വരില്ല, ഉറപ്പാണ്. അതേസമയം കൊടുക്കുമ്പോഴോ ആ ഒരാൾക്ക് സന്തോഷത്തോടെ കൊടുത്തു, നമുക്ക് എന്ത് തൃപ്തിയാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക? ഭയങ്കര സന്തോഷമാണ് അല്ലെ. കിട്ടിയാലും നമുക്ക് തൃപ്തി വരില്ല, കൊടുക്കുമ്പോഴാണ് വരുന്നത്. അപ്പൊ ഇല്ലാത്തവരാണ് കൂടുതൽ കൊടുക്കുന്നത്, ഉള്ളവരാണ് കുറച്ച് കൊടുക്കുന്നത്. അതിന്ന് നമ്മൾ സമൂഹത്തിൽ കാണുന്നുണ്ട് അല്ലെ. ഉള്ളവര്, കോടിക്കണക്കിനുള്ളവര് എപ്പോഴും ഇല്ല 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 ഇല്ല, ഉള്ളതെല്ലാം പറയും എന്റെ മക്കൾക്കും പേരക്കുട്ടികൾക്കും, അവർക്ക് മാത്രം. എന്റെ കുടുംബം, ഞാന്, എന്റെ കുടുംബം, എന്റെ മക്കൾ. അപ്പൊ ആർക്കും വേറെ എന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ തന്നെ അവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ച് നമുക്ക് ജോലി ചെയ്യുന്നവരോ നമ്മളെ സഹായിക്കുന്നവരോ ഇല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് അവരിൽ നിന്ന് ഭാവിയിൽ പ്രതീക്ഷിച്ചുകൊണ്ടോ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. അല്ലാതെ അവര് വന്ന് ചോദിച്ചു അവർക്ക് കൊടുക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഉള്ളവര്, സാധാരണ ഇല്ലാത്തവരാണ് കൂടുതൽ കൊടുക്കണം എന്ന് പറയാറുണ്ട്. ഇത് പൂർണ്ണമായിട്ട് സത്യമാണ്. അപ്പൊ ദാനം എന്ന് പറയുന്നത്, ദാനത്തിന്റെ മഹത്വം നമുക്കറിയില്ല. എന്തുകൊണ്ടാണ് ശങ്കരാചാര്യ സ്വാമികൾ പൂജ, വ്രതം, ന്യാസം ഇതിനൊക്കെ മുമ്പേ ഈ ദാനം ആദ്യം പറഞ്ഞത് ദാനമാണ്. എന്താ? ദാനത്തിൽ കൂടെ മാത്രമേ നമുക്ക് ധാരാളം പുണ്യം, ഈശ്വരനാണ് കൊടുക്കുന്നത്. ഈശ്വരഭാവത്തിലിരിക്കണം നമ്മള്, വേറൊരു ഈശ്വരന്റെ രൂപത്തിൽ വന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കണു. അപ്പൊ ധാന്യത്തിന്റെ മൂല്യം നമ്മൾ അറിയണം. അപ്പൊ ഇല്ലാത്തവര് ആണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്, ഏത് രീതിയിലാണെങ്കിലും. അത് ഈ പറഞ്ഞ പോലെ പണം മാത്രമല്ല, നമുക്ക് അറിവ് പകർന്നു കൊടുക്കാം, അവരെ സഹായിക്കാം, ഫിസിക്കലി ഹെൽപ്പ് ചെയ്യാം, എന്ത് വേണമെങ്കിലും. മാനവ സേവ മാധവ സേവ എന്ന് പറഞ്ഞ പോലെ സേവ ചെയ്യാം. എല്ലാരെയും നമുക്ക് സഹായിക്കാനുള്ള ഒരു മനസ്സ്. കഴിക്കാൻ പറ്റാത്ത ഒരാളിനെ പിടിച്ചൊന്ന് എണീപ്പിച്ചു കൊടുക്കാം, നടക്കാൻ പറ്റാത്ത ആളിനെ ഒന്ന് പിടിച്ച് നടത്തിക്കാം. എല്ലാം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും. നാളെ നമ്മളൊരു റോഡിൽ വീണ് കിടക്കുമ്പോൾ നമ്മളെ പിടിക്കാൻ ഇതേ കരങ്ങള്, ഈശ്വരന്റെ കരങ്ങളാണ് വേറെ പലരുമായിട്ട് വരുന്നതെന്ന് നമ്മൾ മറന്നു പോകരുത്. അപ്പൊ ദാനം എന്താ പറയാ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് പറയണു. നമ്മുടെ ഉള്ളില് ആ ഭാവം ഉണ്ടാകാൻ, കാരണം നമ്മുടെ ഉള്ളില് നമ്മുടേതല്ല, ഇത് കൊടുക്കേണ്ടതാണെന്നുള്ള ഒരു ഭാവം ഉണ്ടാക്കാനാണ് ദാനം ചെയ്യണമെന്നാണ് ഭഗവത് പാദര് പറയുന്നത്. കൊടുത്ത് ശീലിച്ചെങ്കിലേ കൈ നീളുകയുള്ളൂ എന്ന് പറയും അല്ലെ. ഇല്ലെങ്കിൽ എന്താ, മൺവെട്ടി പോലെ, ഇല്ലെങ്കിൽ നമ്മൾ പറയും എന്താ, മൺവെട്ടി എന്താ, മണ്ണിനെ നീക്കി 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 കുഴി ഉണ്ടാക്കും. നമ്മുടെ അടുത്തോട്ട് മണ്ണ് വരട്ടെ, അല്ല ഇങ്ങോട്ട് പോരട്ടെ, ഇങ്ങോട്ട് പോരട്ടെ അല്ലെ. അവർക്ക് ഒരിക്കലും കൈ ഒരു ന്യാസം പോലെ നമ്മളിൽ മാത്രമേ നിൽക്കുള്ളൂ, മുമ്പോട്ട് നീളത്തില്ല കൊടുക്കാൻ. ആ കൊടുക്കണമെങ്കിൽ എന്ത് വേണം? അനേക ജന്മങ്ങളിൽ ശീലിക്കണം, എന്തും കൊടുക്കാൻ കൈ നീട്ടി കൊടുക്കണം. അവർക്ക് എന്താ, കൈ നിറച്ച് കിട്ടുന്ന പറയുന്നത് അല്ലെ. അപ്പോ നമ്മുടെ കൈ നീളണമെങ്കിൽ നമ്മൾ ദാനം ചെയ്ത് ശീലിക്കണം. യജ്ഞം, ദാനം, തപസ് ഇവയെല്ലാം മനുഷ്യനെ ശുദ്ധീകരിക്കുന്ന പ്രവർത്തികളാണ്. പാപങ്ങൾ ഇല്ലാതാക്കും, അന്ധകരണ ശുദ്ധി ഉണ്ടാക്കും. സഹജീവികളോട് സ്നേഹം തന്നെയാണ് വിശ്വരൂപിയായിരിക്കുന്ന ആ ജഗദംബിയയ്ക്ക് നമുക്ക് കൊടുക്കാനുള്ള സ്നേഹം. അപ്പോ ആ ഒരു നരസേവ, നാരായണ സേവ, ഇല്ലെങ്കിൽ മാനവ സേവ, മാധവ സേവ, ഇത് അമ്മയ്ക്കുള്ള ഒരു പൂജയായിട്ട് നമ്മൾ എടുക്കണം. ശ്രദ്ധയോടെ പൂജ ചെയ്യുന്ന ഭാവത്തിൽ ചെയ്യണം. അവർക്ക് സന്തോഷത്തോടെ കൊടുക്കണം, സ്നേഹത്തോടെ കൊടുക്കണം, എറിഞ്ഞു കൊടുക്കരുത്. ദാനം കൊണ്ട് കുറവല്ല, ഒരിക്കലും കുറയില്ല, നമ്മൾ വലുതാവും. എന്താ മഹാബലിക്ക് കിട്ടിയത്? മഹാബലി ദാനം ചെയ്തത് എന്താ? ഭഗവാനാണ് കൊടുത്തത് ഇല്ലേ. ഭഗവാൻ സുതലത്തില് അടുത്ത മന്വന്തരത്തിലെ എന്താ പറയാ, മനുവാക്കി മാറ്റിക്കൊണ്ട് അദ്ദേഹത്തെ ഉയർത്തുക ചെയ്തത്. അപ്പൊ ദാനം നമുക്ക് കുറയ്ക്കില്ല, നമുക്ക് കൂട്ടുകയേ ഉള്ളൂ. പിന്നെ ധ്യാനം, യോഗം എന്നൊക്കെ പറയുന്നത് അഷ്ടാംഗ യോഗങ്ങളാണെന്ന് പറയാം. അതൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയണു. ആ ചിത്തവൃത്തി നിരോധനം, സ്വഭാവത്തിൽ ഇരിക്കാൻ എനിക്ക് അറിയില്ല. പിന്നെ തന്ത്രം എന്ന പൂജാവിധികൾ, തന്ത്രശാസ്ത്രം നമുക്കറിയാം. ഈ പറയുന്ന ഒരു മന്ത്ര ഉപാസന സ്വീകരിക്കുമ്പോൾ വഴികളാണ് തന്ത്രം. പിന്നെ
എന്താ ശാക്തേയ തന്ത്രവിധികൾ, നമുക്ക് മുദ്രാന്യാസങ്ങള്, ഇതൊന്നും എനിക്കറിയില്ല അമ്മ. മന്ത്രപാരായണവും എനിക്കറിയില്ല. പിന്നെയോ, കാരണം എനിക്ക് നാവ് മാത്രം മതി സ്തോത്രം ചൊല്ലാൻ, അതുപോലും എനിക്കറിയില്ല. ശങ്കരാചാര്യ സ്വാമി സ്തോത്രം ചൊല്ലാൻ പോലും എനിക്കറിയില്ല. കാരണം നമ്മള് പലരും പറയാറുണ്ട് സ്തോത്രം വായിക്കാൻ പോലും സമയമില്ല, ബാക്കിയുള്ളതിനെല്ലാം സമയമുണ്ട്, സംസാരിക്കാൻ സമയമുണ്ട്, സ്തോത്രം ചൊല്ലാൻ സമയമില്ല. അവിടെ അതാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനുള്ള അറിവ് പോലും ഇല്ല. അപ്പോ പഞ്ചോപചാരം, ഷോഡശോപചാര ക്രമങ്ങള്, ഇതെല്ലാമാണ് ഇതിനകത്ത് വരുന്നത്. ഇതൊന്നും എനിക്കറിയില്ല എന്ന് പറയുന്നു. പക്ഷെ എങ്ങനെ അമ്മയെ ആരാധിക്കും? ഞാനൊരു കൊച്ചുകുട്ടിയാണ്. ഞാനൊരു കൊച്ചുകുട്ടിയെ പോലെ അമ്മയുടെ മുമ്പിൽ നിന്ന് കരയണു. അമ്മ മാത്രമാണ് എനിക്ക് ഗതി, അമ്മ മാത്രമാണ് എനിക്ക് ഗതി, അമ്മ മാത്രമാണ് എനിക്ക് ഗതി. മറ്റാരും എനിക്ക് ആശ്രയമില്ല. ഗതിസ്ത്വം ഗതിസ്ത്വം ത്വം ഏകാ ഭവാനി. ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. ഗതിസ്ത്വം ഗതിസ്ത്വം ത്വമേകാ ഭവാനി. അങ്ങനെ മൂന്നാമത്തെ ശ്ലോകം ഇവിടെ പൂർത്തിയാവുകയാണ്. നമ്മുടെ ഗതിയും അമ്മയുടെ പാദപത്മത്തിലേക്കാവട്ടെ. നമുക്ക് നല്ല സത്കർമ്മങ്ങൾ ചെയ്ത് ഈ പ്രപഞ്ചത്തിൽ ഈ ശരീരം ഇരിക്കുന്നിടത്തോളം കാലം നമ്മളെ നല്ലത് ബോധിപ്പിച്ച്, നല്ലത് കേട്ട്, നല്ലത് കണ്ട്, നല്ല പ്രവൃത്തികളിലൂടെ നമ്മുടെ ആ പുണ്യത്തെ നമ്മൾ കൂട്ടിക്കൊണ്ട് ആ ദേവിയുടെ ധാമത്തിലേക്ക് എത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നിവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.